സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകയില അർബുദത്തിന് കാരണമാകുന്നു. അത് നിങ്ങളുടെ ജീവനെടുക്കും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. Kurnool to Bangalore Highway. Vehicle number AP21 TU1503. Time exactly 1:30 AM. Vehicle change ആയി വരുന്നത് കാറിലെ ആംബുലൻസ്. But same number. ഇദ്ദേഹമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മഹേഷ് കുമാർ. ദാനം നൽകുന്നതിൽ ഇദ്ദേഹം കർണനാണ്. ദൈവങ്ങൾക്കായി ഇദ്ദേഹം എന്നും മുന്നിലുണ്ടാവും. ഈ ഹൈടെക് കാലഘട്ടത്തിലും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം വരാതിരിക്കാൻ വേണ്ടി മന്ത്രി മഹേഷ് കുമാർ വിളിച്ചതനുസരിച്ച് സ്ത്രീകളെല്ലാവരും പട്ടുടുത്ത് കയ്യിൽ കലശമേന്തിയും പുരുഷന്മാർ അമ്പല നിർമ്മാണത്തിനായി കയ്യിൽ ഇഷ്ടികയേന്തിയും 100 കണക്കിന് ബ്രാഹ്മണർ വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടും ബാബയുടെ ക്ഷേത്രത്തിനു വേണ്ടി കോടി രൂപ സംഭാവന നൽകിയുമാണ് ഈ ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയത് നമ്മുടെ ബഹുമാന്യനായ പ്രിയപ്പെട്ട മന്ത്രി മഹേഷ് കുമാർ. ചായ ഉണ്ടോ? എപ്പോ നോക്കിയാലും ക്രിക്കറ്റ് അല്ലേ? കർണൂൽ റോഡിൽ വെച്ച് ആംബുലൻസ് ഡ്രൈവറെ ക്രൂരമായി വെട്ടിക്കൊന്നു. ഈ ന്യൂസ് ജേർണലിസ്റ്റിന് നേർക്ക് ആക്രമണം നടത്തുകയുണ്ടായി. നാരായണ ഹോസ്പിറ്റലില് ജീവൻ മരണ പോരാട്ടത്തിലാണ് ഈ ജേർണലിസ്റ്റ്. ചായ എടുത്തോളൂ. മറ്റൊരു ക്രൂരത എന്തെന്നാൽ നാരായണ ഹോസ്പിറ്റലില് പണം അടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് ഓപ്പറേഷൻ പകുതിക്ക് വെച്ച് നിർത്തിയ ഡോക്ടേഴ്സ്. സഹായത്തിന് വേണ്ടി യാചിക്കുന്ന ബന്ധുക്കൾ. ഏതു നേരം ക്രൈം ന്യൂസ്. പാട്ട് വെക്കട്ടെ. ഒന്ന് പുറകോട്ടോ. തന്റെ മകന് ചികിത്സ നടത്താൻ കഴിയാത്ത ഒരു പാവം കുടുംബം സഹായത്തിനായി കാത്തിരിക്കുകയാണ്. മനുഷ്യത്വം അല്പം പോലും ഇല്ലാത്ത ഡോക്ടേഴ്സ്. പണമില്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ നാരായണ ഹോസ്പിറ്റൽ എവിടാൻ തിരക്ക്? കർണൂൽ SS ഗാർഡിന്റെ അടുത്താണ് ഡാഡി. PA, നമുക്ക് അർജന്റായിട്ട് കണ്ണൂർ നാരായണ ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോ ഇന്നത്തെ മീറ്റിംഗോ സർ? ഇന്നത്തെ എല്ലാ മീറ്റിംഗ്സും ക്യാൻസൽ ചെയ്തേക്കും. സഹായത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരെ സഹായിച്ചില്ലെങ്കിൽ അത് പാവമാണ്. ആ DGPക്ക് ഫോൺ ചെയ്ത് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയും.
മോർണിംഗ് സാർ. നമസ്കാരം സാർ. എന്തിനായി ഗുഡ് മോർണിംഗ് ഒക്കെ? സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ കാശ് തന്നാ ഞാൻ ഓപ്പറേഷൻ ചെയ്യാം. ഈ കാശ് കൊണ്ടുവന്നെങ്കിലേ അവൻ ജീവിക്കൂ, അല്ലെങ്കിൽ ചത്തു പോകും. ഗുഡ് മോർണിംഗ് സാർ. എന്ത് ഗുഡ് മോർണിംഗ്? ആദ്യം മനുഷ്യനായി ജീവിക്കാൻ പഠിക്കും. മനുഷ്യനായ മനസ്സിൽ നന്മയുണ്ടായിരിക്കണം. ജനങ്ങൾ രണ്ടുപേരെ തൊഴാറുള്ളൂ, ദൈവത്തെയും പിന്നെ ഡോക്ടറെയും. അങ്ങനെ ദൈവത്തിന് തുല്യമായ സ്ഥാനത്തിരുന്നോണ്ട് ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്നത്? എല്ലാത്തിനേക്കാളും പണമാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ നിങ്ങൾ ഡോക്ടർ ആയിരിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ ജോലി ഉപേക്ഷിച്ച് ബ്രോക്കർ പണിക്ക് പോകാൻ നോക്ക്. ഹെൽത്ത് മിനിസ്റ്റർക്ക് ഇൻഫോം ചെയ്ത് ഈ ഡോക്ടറെ ഇപ്പൊ തന്നെ സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞേക്ക്. നിങ്ങൾ ദൈവമാണ് സാറേ. ഏയ് എന്താ ഇത്? എണീക്കും, ഞാൻ നോക്കണം. ആ ജേർണലിസ്റ്റ് എവിടെ? അകത്തുണ്ട് സാർ. വരും. എന്താ അവസ്ഥ? തലയിൽ ബലമായി പരിക്കേറ്റത് കൊണ്ട് ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ആയിരിക്കുക. 24 മണിക്കൂറിൽ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കോമ സ്റ്റേജിലാവും. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ മിനിമം 50 ലക്ഷം വേണം. 50 ലക്ഷമല്ല, 1 കോടി രൂപയായാലും സാരമില്ല. എങ്ങനെയെങ്കിലും ഈ ജേർണലിസ്റ്റിനെ രക്ഷിക്കണം. ഓക്കെ സാർ. എങ്ങനെയാണോ ഇവിടെ നിയമം നടപ്പാക്കുന്നത്? തന്റെ പോലീസുകാർ എന്തെടുക്കണോ? ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഓരോ ദിവസവും ഓരോരോ പുതിയ പ്രശ്നങ്ങൾ തലപൊക്കിക്കൊണ്ടിരിക്കുക. വളരെ പെട്ടെന്ന് തന്നെ പിടികൂടും സാർ. നിർത്തണോ? ഇങ്ങനെയുള്ള കള്ളക്കഥകളൊക്കെ വിരലും വായിലിട്ടോണ്ട് ബാഗും തൂക്കി നടന്നു പോകുന്ന കൊച്ചു പിള്ളേരില്ലേ, അവരോട് പോയി പറഞ്ഞേക്കെ. എന്നോട് വേണ്ട. ആദ്യം കുറ്റവാളികളെ പിടിച്ചു കാണിക്കേ. 202 പേഷ്യന്റിനെ ആരോ കിഡ്നാപ്പ് ചെയ്തു സർ. എടോ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മിനിസ്റ്ററുടെ മുമ്പിൽ വെച്ച ഒരാളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ തന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കഴിവ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നീ എന്ത് ചെയ്തിട്ടായാലും ശരി, കിഡ്നാപ്പ് ചെയ്തവനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്താലും ശരി, ഇന്റർഗേറ്റ് ചെയ്താലും ശരി, ഒരാഴ്ചക്കുള്ളിൽ എന്നെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി സ്പെഷ്യൽ ഓഫീസർ സൂര്യയെ അപ്പോയിന്റ് ചെയ്യാണ് സാർ. നടു റോഡില് ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യണമെങ്കിൽ ഇതൊക്കെ എന്താടാ? ആ സെൽഫോൺ എടുക്ക്. ഈ ഫോണിലുള്ള കോൾ ഡീറ്റെയിൽസ് മൊത്തം എനിക്ക് വേണം. ഷോർട്ട് ഇട്ട് ഇത് വേഗം കൊണ്ടുവരണം. ഓക്കെ സാർ. സാറേ സിം കാർഡ് പൊട്ടിപ്പോയി, ഫോണ് ഡാമേജാ സാറേ. എന്തായാലും ശരി, ചെക്ക് ചെയ്ത് വേഗം കൊണ്ടുവരണം. ഓക്കെ സാർ. എടോ ഡോക്ടറെ, ഇപ്പൊ അവനെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. അവനെ എന്റെ കൈ കിട്ടിയ ആദ്യം തന്നെ തീർക്കും. സാറിന് എന്താ സാറേ, അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ മീഡിയ മുഴുവനും അവനെ ചുറ്റിയാണുള്ളത്. അവരുടെ ക്യാമറ അവനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും പ്രശ്നം അവനല്ല, നമുക്കാണ്. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. പ്ലീസ് സിറ്റ് ഡൗൺ സൂര്യ. താങ്ക് യു സർ. പിന്നെ സൂര്യ, കേസ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ എത്ര വരെയായി? സർ, നമ്മൾ ഗ്യാദർ ചെയ്ത പ്രൂഫിന്റെ അടിസ്ഥാനത്തില് ഇതിനു മുമ്പ് സീരിയൽ മർഡർ ചെയ്ത ആള് തന്നെയാണ് ഇതും ചെയ്തത്. സോറി, ചെയ്തിരിക്കുന്നത്. വാട്ട്? ഈ മർഡർ ചെയ്തിരിക്കുന്ന ഒരാളല്ല, 4 പേരാ. അതിലൊരാള് ഹാൻഡിക്യാപ്റ്റാണ്. മുൻപ് നടന്ന മർഡറിനും ഈ മർഡറിനും വേരിയേഷൻസ് ഉണ്ട് സർ. കൊലപാതകങ്ങൾ മാത്രമല്ല, കൊല ചെയ്യപ്പെട്ടവരും കൂടി ഏതോ ഇല്ലീഗൽ ആക്ടിവിറ്റീസിലുള്ളത് പോലെ. ഹൗ ക്യാൻ യു സേ ദാറ്റ്? സർ, ആക്സിഡന്റ് ആയ വണ്ടി യഥാർത്ഥ ആംബുലൻസ് അല്ല. റിവേഴ്സിൽ എഴുതേണ്ട അക്ഷരങ്ങളെല്ലാം തന്നെ സ്ട്രേറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ആംബുലൻസിൽ ഉണ്ടാവേണ്ട എക്യുപ്മെന്റ്സ് ഒന്നും തന്നെ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. സോ അത് മനഃപൂർവ്വം പ്രീ പ്ലാൻ ചെയ്തതാണ് സർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ആ വണ്ടിയുടെ നമ്പർ ഒരു സ്ഥലത്തും രജിസ്ട്രേഷൻ ആയിട്ടില്ല. ഇത്തരം വാഹനങ്ങളെല്ലാം ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. എത്രയും പെട്ടെന്ന് കില്ലേഴ്സിനെ പിടികൂടി സാറിന്റെ മുന്നിൽ കൊണ്ട് നിർത്തുന്നു. ആരാടാ രാജ്? എവിടാ അവൻ? അവനെന്താടാ നിന്റെ ബന്ധുവാണോ അതോ സ്വന്തക്കാരനോ? എടാന്ന് വിളിക്കുന്നേ. അവൻ എവിടെയെന്ന് അറിയില്ല. ഇനി പറഞ്ഞാലും പറയില്ല. മോനെ, ഇവൻ ഇങ്ങനെ ചോദിച്ചാ പറയില്ല. പിടിക്കടാ ഇവനെ. കാണുന്നവരൊക്കെ വന്ന് തല്ലിയിട്ട് പോവാൻ അവനെ ഗ്രൗണ്ടിലെ ഫുട്ബോളാണെന്ന് കരുതിയോടാ? സത്യയുടെ ഫ്രണ്ടാടാ. അവനെ തൊടുന്നതിന് മുന്നേ എന്നെ തൊടണടാ. എടാ, ചേട്ടൻ ആരാന്ന് അറിയോ നീ? അതിപ്പം ഞാൻ പറയിപ്പിക്കാം. എടാ, ചേട്ടൻ കർണോളിനെക്കാളും വലിയ ഡോണാടാ. പറഞ്ഞിട്ട് എന്തിനാടാ ഇരിക്കുന്നെ? ശരി, അതൊക്കെ വിട്. ഇപ്പൊ പറ, എന്താ കാര്യം? ചേട്ടന്റെ ഫ്രണ്ട് രാജില്ലേ, അവൻ ഞങ്ങളുടെ വണ്ടിയൊക്കെ നശിപ്പിക്കുക.
എന്താടാ ഈ സ്ഥലത്ത് വരുമ്പോ നമ്മുടെ വണ്ടികൾ കംപ്ലൈന്റ് ആവുന്നേ? ഇന്ന് എങ്ങനെങ്കിലും അവനെ പിടിച്ചേ പറ്റൂ. മനുഷ്യനാണോ അതാ മെഷീനാണോ? സംഭവിച്ചത് ആ രാജുവിന്റെ അടുത്ത് പോയാ അത്രേ ഉള്ളൂ. ബ്രദർ സോറി. എന്തൊക്കെയാടാ അത്? എന്താടാ അതൊക്കെ? ഒന്നുമില്ലടാ, ഈ ഭ്രാന്തമാർ എപ്പോ നോക്കിയാലും നമ്മുടെ ഏരിയയിലെ പെമ്പിള്ളേരെ കളിയാക്കാടാ. അതുകൊണ്ട് അവന്മാരുടെ വണ്ടിയുടെ പട്സ് ലൂസ് ചെയ്ത് അവന്മാരുടെ പട്സ് ടൈറ്റ് ചെയ്തു. ഹലോ, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. ഇന്ന് രാത്രി നിനക്ക് 1 മണി വരെ ഞാൻ സമയം തരും. ശരി. എടാ ആ വണ്ടി അങ്ങോട്ട് നിർത്താൻ പറ. ഡാടാ പോലീസ് നിൽക്കുന്ന വണ്ടിയുടെ പേപ്പർ എടുത്തു. നിർത്ത് നിർത്ത് നിർത്ത്. ബുക്കും പേപ്പറും ഉണ്ടോ? ഇല്ല സർ. ലൈസൻസോ? അതും ഇല്ല സർ. 2000 രൂപ ഫൈൻ കിട്ടി. അതും ഇല്ല സർ. ഒന്നുമില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ മേഡത്തിനോട് സംസാരിക്കേ. ഇപ്പൊ എന്താ ചെയ്യാ? നമ്മള് പെട്ടുപോയടാ. ഹലോ മേഡം. പറഞ്ഞോളൂ. ഇവരുടെ കയ്യിൽ RC-യും ലൈസൻസ് ഒന്നും ഇല്ല മേഡം. RC ഇല്ലാന്നോ? നമസ്കാരം മേഡം. ഈ നട്ടപാതിരക്ക് എങ്ങോട്ട് കറങ്ങാൻ പോവാ? ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയിട്ട് വരാം മാഡം. ഇവന്മാരെ കാണുമ്പോ തന്നെ സംശയം തോന്നുക. നിങ്ങളുടെ ലൈസൻസ് ID കാർഡ് എല്ലാം എടുക്ക. അത് പിന്നെ മാഡം. ഏത് പിന്നെയാടാ? വണ്ടിയുടെ പേപ്പർ ഷെഡിൽ വെച്ച് മറന്നുപോയി. മതിയാക്ക്. ഷെഡിൽ മറച്ചു വെച്ചതൊന്നുമല്ല എനിക്ക് അറിയണ്ടേ. വണ്ടിയിലുണ്ടോ ഇല്ലയോ? അത് നിന്നെ പോലുള്ളവന്മാരുള്ളതുകൊണ്ടാ ഈ സമൂഹം ഒരുപാട് താഴേക്ക് പോയി. എന്ത് താഴെയോ? അതേടോ താഴെ തന്നെയാ. മാഡവും ഞാനും മാത്രമാണ് താഴെ ഇറങ്ങിയ കാര്യത്തെ കുറിച്ച് സംസാരിച്ചത്. താഴെ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ? അയ്യോ, ഞാൻ ആരാന്ന് വിചാരിച്ചേ? പോലീസ് ആടോ, പോലീസ്. അമ്മോ കൊള്ളാടാ, ഇതൊരു പെണ്ണാടാ അവള്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇവള് വിടാൻ പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്കൂട്ടാവാൻ നോക്കും. അവിടെ എന്താടോ ഒരു രഹസ്യം പറച്ചില്? അങ്ങനെയൊന്നുമില്ല. അല്ല, നിങ്ങളുടെ യൂണിഫോമിന് ദിവസം എത്ര റെന്റ് കൊടുക്കുന്നേ? ഇതിന് ഒരു 1500. പെട്ടടാ, അതൊന്നും പറ്റില്ല. വാ, ആദ്യം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. പോലീസ് സ്റ്റേഷനോ? ആ, പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ. അയ്യോ സഞ്ജു. വരുന്നു. കുട്ടികളെ, നിങ്ങൾ എല്ലാവരും അടുത്തുണ്ടാവണേ. വാ വാ വാ. എന്ത് പറ്റിയടി? മൊത്തം കാര്യങ്ങൾ അറിഞ്ഞടി. അതൊന്നുമില്ല സർ. എന്തോ പറയാൻ വേണ്ടിയല്ലേ വന്നത്, അത് പറ.
ആക്ച്വലി സർ, ഞങ്ങളെല്ലാവരും അനാഥാശ്രമത്തിലെ കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഡൊണേഷൻ കളക്ട് ചെയ്തോണ്ടിരിക്കുക. എന്താടാ പറയുന്നേ? ആരോടൊക്കെ ചോദിച്ചിട്ടും ഒരു സഹായവും ചെയ്യുന്നില്ല. അനാഥ കുട്ടികളാ സർ, അവർക്ക് വേണ്ടിട്ടാ. അതുകൊണ്ടാ സർ, റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനൊക്കെ ചെയ്യുന്നേ. അയ്യോ, അനാഥ കുട്ടികൾക്ക് വേണ്ടിയോ? ഡാ, പൈസ എടുക്ക്. ഇത്രയും നേരം ബഹളം വെച്ചിട്ട് കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോ പണവും എടുത്തു തന്നു. എന്തായാലും എന്താ, കൈ നിറച്ച് കാശ് കിട്ടിയില്ലേ? എന്ത് ഭംഗിയായിരുന്നടാ അവള് സാരി ഉടുത്തിരിക്കുന്നത് കാണാൻ. എന്തൊരു ഭംഗിയാടാ. മയില് ചിറക് വിരിച്ച് നടന്നു വന്ന പോലെ ഉണ്ടായിരുന്നു. എന്ത് ഭംഗിയായിട്ടാ സംസാരിച്ച്. എനിക്ക് അവളുടെ ശബ്ദം കേട്ടോണ്ടേയിരിക്കാൻ തോന്നടാ. കനവിൽ കൊണ്ടൊരു ദേവതയോ നിലവൂഞ്ഞാൽ കിളിയോ വിണ്ണിലെ കണ്ണിലെ താരകമോ തെന്നൽ പൊന്മാനോ എല്ലോരാ ശില്പമായി എള്ളോളം നീ എൻ്റെ ചിന്തയ്ക്കു ചന്തെരുഴിഞ്ഞു തരൂ. ഒരു കടലിൻ കൈത്തട്ടിൽ നാം ഒന്നായി മാറുമ്പോൾ അമ്പരമോരന്തമില്ലാവിരിയായി. അത്ഭുത പൂവേ പൂവേ നിന്നിലെ മോഹം ഞാനേ, മഴ തൊടും മേഘപ്രാവായി നീ വരവായി. മഞ്ഞിനെ മാറിൽ ചൂടാൻ മന്മഥൻ പോലെ പോരാം, മനസ്സിലെ മായ ചൂടായി നീ വരവായി. കനവിൽ കൊണ്ടൊരു ദേവതയോ നിലവൂഞ്ഞാൽ കിളിയോ. മേനകയ ഉള്ളിലുറഞ്ഞ തുലാമഴയോ ഊഴിയാൻ ഊയലേ ഊർന്നു വരുന്നവയിൽ മുഖമോ നീരാട്ടുന്നോ നീ എന്നെ നീയാം തേനിൽ തീരത്ത് നീലാമ്പൽ പൂവനമേറും പൊന്മാനേ. നക്ഷത്രങ്ങൾ താരാട്ടും ദേവകന്യ നീയാരോ തങ്കത്തിങ്കൾ കണ്ണിൽ വയ്ക്കും വെൺമുകിലോ ആരോ. ഉല്ലാല 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 ഉല്ലാല. കനവിൽ കൊണ്ടൊരു ദേവതയോ നിലവൂഞ്ഞാൽ കിളിയോ. തമ്പുരു തൂമോ തെല്ലൊരു ഗാനപരാഗണമായി നെഞ്ചിലെ കുഞ്ചലായി കുമ്പിലുണർന്ന കുയിൽ സ്വരമായി. കുളിരിൻ കുമ്പിളുലഞ്ഞില്ലേ കുവളപ്പൂവിലുറങ്ങിയില്ലേ കുറുകി കുഞ്ഞുകിനാവിലുറുങ്ങി വരുന്നില്ലേ. പകരാൻ 100 വസന്തങ്ങൾ പാട്ടായി ചുണ്ടിൽ തന്നില്ലേ. പണ്ടേ പണ്ടു മറഞ്ഞ മുഖം പോൽ വീണ്ടും അരികിൽ വന്നവേ. ഉല്ലാല 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 ഉല്ലാല. മോളെ സഞ്ജനെ, എന്താച്ചാ? ചായ കൊണ്ടുപോവാ മോളെ, സമയമാകുന്നു. ആ ഇന്ന് സ്പെഷ്യൽ ഡ്യൂട്ടിയാ മോളെ കിട്ടിയിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വരില്ലെന്നാ തോന്നുന്നേ. എന്നും അച്ഛൻ ഇത് തന്നെയല്ലേ പറയുന്നേ? എന്തോ മോളെ, നിന്റെ അമ്മ മരിച്ച ശേഷം കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ നിന്നെ മാത്രം
ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കാം മോളെ. ഇതിലെന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാച്ചാ? ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചോന്ന് പറഞ്ഞപ്പോ അത് കേട്ടില്ല. അച്ഛനെ വിട്ട് മാറി നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. നിന്റെ കൂടെ നിൽക്കാന്ന് വെച്ചാ അതിനും പറ്റുന്നില്ല. ഇപ്പൊ ഇതൊക്കെ എന്തിനാച്ചാ? ആദ്യം ചായ കുടിക്കേ. ആ കുടിക്കാം മോളെ, കുടിക്കാം. ശരി മോളെ, ഡ്യൂട്ടിക്ക് സമയമായി, ഞാൻ പോട്ടെ. സൂക്ഷിച്ചിരിക്കണേ. ആയിക്കോട്ടെ അച്ഛാ. സത്യനാരായൺ, നമുക്ക് കിട്ടിയ ഫോണിൽ നിന്ന് കോൾ ലിസ്റ്റ് എല്ലാം എടുത്തോ? സാർ സോറി സാർ, ആ ഫോൺ ഡാമേജ് ആയതുകൊണ്ട് സിം കാർഡ് പൊട്ടിപ്പോയി സാർ. IMEI നമ്പർ ഉപയോഗിച്ച് ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചിട്ടുണ്ട് സാർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? റിപ്പോർട്ട് റെഡിയാണ് സാർ. ഡോക്ടർ സാറെ വിളിച്ചിരുന്നു. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, വരാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ചെല്ല്, ഞാൻ വന്നേക്കാം. ഓക്കെ സാർ. ഹലോ ഡോക്ടർ. ഹലോ സാർ. മുൻപ് നടന്ന കൊലപാതകത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായി? 1 മിനിറ്റ് സാർ. റിപ്പോർട്ടിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല സാർ. സെയിം മർഡർ, സെയിം സ്റ്റൈൽ. കഴുത്തിൽ തന്നെയാണ് കുത്തിയിരിക്കുന്നത്. ഇത്ര ക്രൂരമായി കൊല്ലുന്ന. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. This is the rhythm of the life. This is the rhythm of the life. Yo! Hey, old man. Hey, old man. Singan 3. Robo here. Hi, uncle. Yo. Only down hair. No top hair. Uncle, please take it. Uncle, എനിക്ക് ഇതിനകത്ത് റെസ്പെക്ട് ഒക്കെ. ആരവൻ? IMEI ടെക്നീഷ്യനാ സാർ. റിപ്പയർ ആയ മൊബൈലിന്റെ IMEI നമ്പർ വെച്ച് ആ മൊബൈലിൽ എത്ര സിമ്മുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും സാർ. സത്യനാരായൺ, ആ ഫോണിൽ എത്ര സിമ്മുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് 1 മണിക്കൂറിൽ വിവരം കിട്ടണം. ഓക്കെ? ഓക്കെ സാർ. അമ്മോ, എന്റെ അമ്മോ. സാറ് പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി സാർ. നടക്കണം. അയ്യോ സാർ, ഒന്ന് ഫോൺ തരാമോ? അമ്മോ, അയ്യോ. നോക്കടാ, മര്യാദയ്ക്ക് നോക്കടാ. ആ സാർ, 16 നമ്പർ വന്നിട്ടുണ്ട് സാർ. ഓ ശരി, അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്ക സാർ. പ്രിന്റ് ഔട്ട് വരുന്നുണ്ട് സാർ. നിങ്ങളൊക്കെ ഒന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്നൊന്നും ചെയ്യല്ല. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് DGP. വാ ഇരുന്നാട്ടെ. താങ്ക് യു സർ. അല്ല, എവിടം വരെയായി നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ? കുറച്ച് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് സർ. ഇനിയും കുറച്ചുകൂടെ കിട്ടാനുണ്ട്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ പിടികൂടും സർ. ഇനിയും കണ്ടുപിടിക്കണമെന്നാണോ പറയുന്നത്? ഇത് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും താൻ റിട്ടയർഡ് ആയി പോകൂടോ DGP? പത്രം കണ്ടില്ലേ? ഏത് പത്രത്തിൽ നോക്കിയാലും ശരി, ഇതിനെ കുറിച്ച് മാത്രമാണ് പ്രതിപക്ഷം ശബ്ദം ഉയർത്തുന്നത്. അവർക്ക് എന്ത് മറുപടിയാണ് ഞാൻ കൊടുക്കണ്ടേ? എക്സ്ക്യൂസ് മീ സർ. യെസ് സർ, കർണൂൽ ഡോൺ ടോണിയാണ് സർ. ഡോൺ ഏരിയയിൽ ഒരു പെണ്ണിനെ കൊന്നിരിക്കുകയാണ് സർ. യെസ് സർ. സൂര്യ, ഡോൺ ഏരിയയിൽ ഒരു മർഡർ നടന്നിട്ടുണ്ട്. താൻ അവിടെ എന്ത് ചെയ്യാ? ഞാൻ ഇപ്പൊ തന്നെ പൊക്കോളാം സർ. മിനിസ്റ്ററിന്റെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കുക. സർ, വേഗം പൊക്കോളാം. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ജനങ്ങൾക്ക് ലോ ആൻഡ് ഓർഡറിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് അവർ തന്നെ അധികാരം കയ്യിലെടുത്തു എന്ന് വരും. പിന്നെ എന്റെ മുഖം നീയും നിന്റെ മുഖം ഞാനും നോക്കിയിരുന്നോണ്ട് ഭജന പാടേണ്ടി വരും. ഗുഡ് മോർണിംഗ് സർ. എനി ക്ലൂസ്? നോ സർ, ഈ ബാഗ് മാത്രമേ കിട്ടിയുള്ളൂ. ഇത് ചെക്ക് ചെയ്തോ? ഇല്ല സർ. ഇങ്ങതാ തനുജയ് സർ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആന്ധ്ര പ്രകൃതി ഗ്രാമീണ ബാങ്കിലേക്ക് പോകണം. ഇവർ കുറച്ചു നേരത്തിന് മുൻപ് 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്കിലേക്ക് പോയ CCTV ഫുട്ടേജ് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ക്ലൂവും കിട്ടും. വാ. യെസ് സർ.
ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പറയൂ സാർ, ഞാൻ എന്ത് സഹായം ചെയ്യേണ്ട? സാർ ഇന്നൊരു കൃത്യം 12 മണിക്ക് ക്രഷർ ഫാക്ടറിയുടെ പിന്നിൽ ഒരു മർഡർ നടന്നിട്ടുണ്ട്. ആ മർഡർ നടന്ന സ്ഥലത്തുനിന്ന് ഇവിടുത്തെ ബാങ്കിന്റെ ഒരു സ്ലിപ്പും കിട്ടിയിട്ടുണ്ട്. ഈ സ്ലിപ്പ് കാണുമ്പോൾ അവർ ഡെപ്പോസിറ്റ് ചെയ്ത് ട്രാൻസാക്ഷൻ നടത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ CCTV ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്താൽ ഞങ്ങൾക്ക് വല്ല ക്ലൂവും കിട്ടിയേക്കാം. 1 മിനിറ്റ് സാർ, പ്ലീസ്. താങ്ക് യു. സ്റ്റോപ്പ്. ബാക്ക്. സ്റ്റോപ്പ്. ഇവര് ബുദ്ധിപൂർവ്വം മുഖം തിരിച്ചറിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഡസ്റ്റർ കാറാ ഒരു ക്ലൂ. ഇവിടെ ആകെയുള്ളത് 4 സിഗ്നലാ. വണ്ടി ഏത് വഴിക്ക് പോയാലും ക്യാപ്ചർ ആവും. ധനഞ്ജയ് സർ, ട്രാഫിക് കൺട്രോളിലേക്ക് ഫോൺ ചെയ്ത് ബ്രൗൺ കളർ ഡസ്റ്റർ കാർ ഇന്നേ ദിവസം ഏതെങ്കിലും ട്രാഫിക് സിഗ്നൽ ക്രോസ് ചെയ്തിട്ടുണ്ടോ നോക്ക്. ഓക്കെ സർ. താങ്ക് യു സർ. ഓക്കെ, ബൈ സാർ. ബൈ. സ്റ്റോപ്പ്. ബാങ്കിനടുത്തുണ്ടായിരുന്ന വണ്ടി വേറെ, സിഗ്നൽ ക്രോസ് ചെയ്യുന്ന വണ്ടി വേറെ. പക്ഷെ അതിനകത്ത് ആളുകളും അവരണിഞ്ഞിരിക്കുന്ന മുഖംമൂടി ഒന്ന് തന്നെ. അങ്ങനെയെങ്കിൽ ഇവരിടയ്ക്കിടയ്ക്ക് വണ്ടികൾ മാറ്റി മർഡർ ചെയ്ത് പിടിക്കപ്പെടാതെ നടക്കുന്നവരാണ്. താങ്ക് യു. ഡവക്കി, ആ സ്പാനർ ഒന്ന്. ഇതാ കള്ള പോലീസല്ലേ? ഈ ജന്മത്തിൽ എന്നെ നിന്നെ പിരിക്കാനേ പറ്റില്ല. ഇവൾ എനിക്കുള്ളവളാ. അങ്ങോട്ട് നോക്കണേ ആ ഇഡിയറ്റിനെ. ഇതുവരെ പെൺകുട്ടികളെ കണ്ടിട്ടില്ലാത്ത പോലെയാ അവൻ നമ്മളെ നോക്കുന്നത്. ആ കണ്ണിങ്ങി പുറത്തെടുക്കണം. ആരാ വന്നിരിക്കുന്നത് കണ്ടോ? ആരാണെങ്കി എന്താ നോക്കടാ. പറ, എന്ത് വേണം? ഓ, 1 കിലോ പഞ്ചസാര വേണം. കിട്ടുവോ? ആ, കിട്ടുമല്ലോ. എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, എടുത്തോണ്ട് വരാം. പഞ്ചസാര മാത്രമല്ല, ടൂത്ത് പേസ്റ്റിൽ ഉപ്പും എരിവും ഒക്കെ ഉണ്ട്. ഒരു ജോണിന്റെ കോമഡിയൊക്കെ ചെയ്ത ഇവിടെ വർക്കൗട്ട് ആവില്ല. വന്ന കാര്യം എന്താ വെച്ചാ അത് പറ. മെക്കാനിക് ഷോപ്പിൽ എന്തിനാ വരിക? ബൈക്ക് റിപ്പയർ ആയി. ഇത് നോക്ക്. ഇവനിതെന്താ പറ്റിയേ? ഇവര് വന്നിട്ട് എത്ര സീരിയസ് ആവുന്നേ? ഇത് ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്നാണോ അതോ സ്ക്രാബിൽ നിന്ന് കൊണ്ടുവന്നാണോ? ഇതൊരു വണ്ടി, ഇതിനൊരു റിപ്പയർ. രാജ്, ആ റെഞ്ചിങ് നന്നേ. ഇവൻ ഇതെന്താ ഇതിനു മുമ്പ് പെണ്ണുങ്ങളെ കാണാത്ത പോലെയാണല്ലോ നോക്കുന്നത്. ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, നീ പുറത്തോട്ട് നിൽക്കേ. ആക്സിഡന്റ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. ഓട്ടോ. എടാ, നീ അവൾക്ക് രക്തം കൊടുത്തിരിക്കുന്നോ? എന്തായാലും ആ ദൈവം നിങ്ങളൊരു രക്തബന്ധമുള്ള ദമ്പതികളാക്കിയിരിക്കാടാ. നിന്റെ ഓവർ ആക്ഷൻ നിർത്തിയേ. വായടക്കടാ. ഞാൻ എന്തിനും മിണ്ടാതിരിക്കണം? നിനക്ക് ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ബെസ്റ്റ് ചാൻസ്. മനസ്സിലുള്ള കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്ക്. പ്രണയം പ്രകടിപ്പിക്കാനേ ഒരു നല്ല സമയം വേണടാ. അവളെ കാണുമ്പോഴൊക്കെ എനിക്ക് എന്തോ പോലെ ആവുന്നടാ. അവളെ എങ്ങനെ ഞാൻ പ്രേമിക്കാനാ? നീ എന്താ ഇങ്ങനെ പറയുന്ന? ആദ്യം കാണുമ്പോ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ പറഞ്ഞ്? രാത്രി സ്വപ്നം കണ്ട് ഞങ്ങൾ ഉറങ്ങാനും സമ്മതിച്ചില്ല. പോരാത്തിന് രക്തവും കൊടുക്കുന്നു. അവളെ കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടമായടാ. പക്ഷെ അവളെ കാണുമ്പോഴുള്ള ഭംഗി അവളുടെ മനസ്സിനില്ല. സഹായിച്ചില്ലെങ്കിൽ സാരില്ലടാ. കൊച്ചു കുട്ടികൾക്കാന്ന് പറഞ്ഞ് മേടിച്ച കാശ് അവള് വെറുതെ ചെലവാക്കിയിരിക്കുക. ആ കാര്യം അന്ന് നമ്മൾ ഷോപ്പിംഗ് മാളിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായേ. ചേട്ടാ, ഓണർ അവിടെ മുകളിലുണ്ട്. എത്ര കാലമായിടാ ഷോപ്പിംഗ് മാളിലേക്ക് വന്നിട്ട്? ഇതിന്റെ ഭാഗ്യം വേണടാ. ആദ്യം നമുക്ക് ഈ കീ കൊടുത്തിട്ട് വരാം. ആ ഓണർ അപ്പത്തൊട്ട് ടോർച്ചർ ചെയ്യാം. ഇത് കൊടുത്തിട്ട് വന്ന ഒരു പണി തീർന്നു. വാ പോ. നമസ്കാരം സാർ. നമസ്കാരം. ഇതാ സാർ നിങ്ങളുടെ കാറിന്റെ കീ. വണ്ടി തന്നിട്ട് എത്ര ദിവസമായി? എന്താ ഇത്ര ലേറ്റ് ആവുന്നത് സാധാരണയല്ലേ? ആഹാ, ഇതാ കള്ള പോലീസ് അല്ലേ? ഇതാണ് സമയം. അവൾ എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യണം. ഹലോ. ഇവന് ഞാൻ എവിടെയോ വെച്ച് ആരായിരിക്കും? ആരായ എനിക്കെന്താ? സഞ്ജന. ആ, വരുന്നു. ആഹാ, എന്താടി? നമ്മുടെ സുഹൃത്തിന്റെ പെണ്ണുണ്ടല്ലോ. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, കുറെ വെറൈറ്റീസും ഉണ്ട്. അവനോട് ചെന്ന് പറയട്ടെ. എന്താടാ? എന്തിനാടാ നാണിക്കുന്നേ? നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ചെന്ന് പറഞ്ഞൂടെ?
ഡാ നമ്മൾ പറയാൻ പാടില്ലടാ, അവള് തന്നെ വന്ന് പറയണം. പിന്നെ അവരൊന്നെങ്കിൽ പറയാൻ പോവല്ലേ. അംബാനിയുടെ അത്ര സ്വത്തും പൃഥ്വിരാജിന്റെ അത്ര ഭംഗിയുണ്ടല്ലോ. ആഫ്റ്റർ ഓൾ നമ്മൾ മെക്കാനിക്കാടാ, നമുക്ക് അത്ര സീനൊന്നുമില്ല. പോയി പറയാൻ നോക്കണം എന്ന് പറഞ്ഞേക്കാം. ശരി, ഞാൻ പറയാം. അവനോട് ധൈര്യമായിട്ട് പറയാൻ പറഞ്ഞു. ഇനി ഞാൻ എങ്ങനെ പറയാവോ? ഇത് നല്ല ഭംഗിയുണ്ടല്ലേ, 12,000 രൂപയാടി. ആഹാ, എത്രയായ നിനക്കെന്താടി? ഇഷ്ടപ്പെട്ട വാങ്ങിച്ചോ? അല്ല, നീ എന്തോ രാത്രിയും പകലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പോലെയല്ലേ വലിയ ബിൽഡപ്പ് തരുന്നത്. ആ കോൺസ്റ്റബിൾ കോസ്റ്റ്യൂമില് അവിടെ വന്നവരെ പറ്റിച്ച് സമ്പാദിച്ച കാശിനല്ലേടി വാങ്ങുന്നത്. എന്റെ അമ്മോ, എന്നെ കൊണ്ട് പറ്റില്ല. ആ മെക്കാനിക്കിന് അന്നേ ഡൗട്ട് അടിച്ചതാ. അവൻ എങ്ങനെ പോലീസിനെ വിളിച്ചിരുന്നെങ്കിൽ നമ്മൾ അകത്തായനെ. അവൻ അത്ര സീനൊന്നുമില്ലടി. അവൻ എന്നെ കണ്ടപ്പോ തന്നെ വീണു പോയിരിക്കുക. അവൻ എത്ര മണ്ടനാണെന്ന് നോക്കണേ. അനാഥ കുട്ടികൾക്ക് ഡൊണേഷൻ വേണമെന്ന് പറഞ്ഞപ്പോ തന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവനും എടുത്ത് നമ്മുടെ കയ്യിൽ തന്നില്ലേ? പെണ്ണുങ്ങളെല്ലാവരും ഇങ്ങനെ. ഇത്രയൊക്കെ സംഭവിച്ചോ? ഭംഗിയും സാമ്പത്തികം ഒന്നുമില്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കടാ. നല്ല മനസ്സിലാത്ത പെണ്ണിന്റെ ഒപ്പം ജീവിക്കാൻ പറ്റില്ലടാ. സോറി സത്യ, ഞാൻ നിന്നെ മനസ്സിലാക്കാൻ വൈകിപ്പോയി. എടി, ഇതെങ്ങോട്ടാ? പറയാ നിക്കടി. അയ്യോ, വണ്ടി നിന്ന് അതെങ്ങനെയാ? ഇവിടെ വന്ന ഉടനെ നിന്റെ വണ്ടി അങ്ങ് ബ്രേക്ക് ഡൗൺ ആയത്? നീ ഇറങ്ങ. ഇത് നിർത്തേക്കാം. എന്താടി വണ്ടി ഈ ഷെഡിനെ കാണുമ്പോ തന്നെ ബ്രേക്ക് ഡൗൺ ആവുന്നത്? ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മനസ്സിലാവുന്നുണ്ട് ഈ വണ്ടിക്ക് എന്താ വേണ്ടെന്ന്. മിണ്ടാതെ നടക്കടി ഷെഡിലേക്ക്. ിയാക്കി എന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത് നിർത്ത്. എന്നെ കാരണം കാണിച്ച് അവനെ കയറി പ്രേമിക്കാതിരുന്നാ കൊള്ളാം. അതിനൊരു ചാൻസും ഇല്ല. അവന്റെ മുഖം കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരിക. ഹലോ, വണ്ടി റിപ്പയർ ആയി. സത്യ വന്ന് നോക്കിയാ മതിന്ന്. എടാ സത്യ, വണ്ടി റിപ്പയർ ആത്രേ, നീ തന്നെ വന്ന് റെഡിയാക്കണമെന്ന് പറയുന്നേ. വേഗം വാ. ലഞ്ച് ടൈമാ, ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യണം. ഓ പിന്നെ, ഗവൺമെന്റ് ജോലിയല്ലേ, ലഞ്ച് ടൈമും ബ്രേക്ക് ടൈമും എടുക്കാനും മാത്രം. തൽക്കാലം ഇപ്പൊ ജോലി ചെയ്താൽ മതി. അങ്ങനെ പറയാതെടി, അവര് ദേഷ്യപ്പെടും. വേണമെങ്കിൽ വെയിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്ഥലം വിട്. ഡാ രാജ്, വാ നമുക്ക് കഴിക്കാം. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. ഡാ വേഗം വാടാ. യെസ്, ഇന്ന് ഇവളെ എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യണം. കുട്ടി, പോലീസ് കുട്ടി. നിന്റെ വണ്ടിയാണോ? നിന്റെ വണ്ടിയാണെങ്കിൽ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് റെഡി ആക്കി തരാം. റിപ്പയർ ആയ ബൈക്ക് ശരിയാക്കാൻ വന്നതാ, അല്ലാതെ വീണ്ടും റിപ്പയർ ചെയ്യാനല്ല. എന്നാ ഈ വണ്ടിക്ക് അവനാ കറക്റ്റ്. ഡാ അവരോട് എന്താ സംസാരിക്കുന്നേ? വാടാ. ചേച്ചി, ഒരു പാവ വാങ്ങിക്കോ. ഒന്ന് പോയടാ. വിശക്കുന്നു ചേച്ചി, പ്ലീസ് ചേച്ചി, ഒരു പാവ വാങ്ങിക്കാവോ? പ്ലീസ് ചേച്ചി, ഒരെണ്ണം വാങ്ങിയാ മതി. വിശന്നിട്ടാ, പ്ലീസ് ചേച്ചി ഒന്ന് വാങ്ങിക്കോ ചേച്ചി. പാല് പിടിക്കാം പ്ലീസ് ചേച്ചി. ഇപ്പൊ എന്തിനാ? എന്നാ കഴിക്ക്. വേണ്ട ചേട്ടാ, ഈ 2 പാവ വാങ്ങിക്കോ. ആ കാശ് കൊണ്ട് ഞാൻ വാങ്ങി കഴിച്ചോളാം. ആദ്യം നീ ഇത് കഴിക്കേ, എന്നിട്ട് ഞാനിത് വാങ്ങിക്കാം. സത്യമായിട്ടും വാങ്ങോ ചേട്ടാ? സത്യമായിട്ട് ഞാൻ വാങ്ങിച്ചോളാം. നിന്റെ അച്ഛനും അമ്മയും എവിടെ? എനിക്ക് ആരുമില്ല. ഈ നിമിഷം തൊട്ട് നിനക്ക് ഞാനുണ്ട്. കഴിക്കേ. ഡാവിക്ക്, ഇവനെ കൊണ്ടുപോയി ഇവന് നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്ക. ശരിയടാ, വാ മോനെ. എന്നാ താങ്ക്സ് വേണ്ട, കാശെടുക്ക്. ഞാൻ പറഞ്ഞത് എന്നെ അന്ന് രക്ഷിച്ചതിന് വേണ്ടിയാ. ആ സാഹചര്യത്തെ ആരാണെങ്കിലും ഞാൻ രക്ഷിച്ചേനെ. എന്തൊരു ദേഷ്യ. ഒന്ന് ചിരിച്ചാലെന്താ ഇവന്? ആ വരുന്നു, വാങ്ങിച്ചോണ്ട് വരാം. ഇന്ന് വണ്ടി എങ്ങനെയാ റിപ്പയർ ആക്കുക? എന്റെ പൊന്നു ഭഗവാനെ, അവള് നല്ലോണം കുടുങ്ങി. ഹലോ, എവിടെയാടി? ഗാരേജിലേക്ക് പോവാടി. എന്റെ വണ്ടി റിപ്പയർ ആക്കിയല്ലേ? ഗാരേജിൽ പോണെങ്കിൽ വണ്ടി റിപ്പയർ ആക്കണ്ടേടി. നിനക്ക് പ്രേമിക്കാൻ ആഫ്റ്റർ ഓൾ മെക്കാനിക് അല്ലാതെ വേറെ ആരും കിട്ടിയില്ല. ആഫ്റ്റർ ഓൾ അല്ല, അവന്റെ പേര് സത്യ. മനുഷ്യന് ജീവിക്കാൻ മണി വേണം, എന്നാൽ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ മനുഷ്യത്വം വേണം. അത് സത്യയുടെ അടുത്ത് കുറെ ഉണ്ട്. ആ ഒരു കാര്യം മതിയടി സത്യം ഞാൻ സ്നേഹിക്കാൻ. മനസ്സിലായോ നിനക്ക്? എന്തുപറ്റി? വണ്ടി വീണ്ടും റിപ്പയർ ആണോ? അതെ, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ക്ലച്ച് വയർ കട്ട് ചെയ്ത പിന്നെ എങ്ങനെ സ്റ്റാർട്ട് ആവാനാ? എന്തൊരു ഡ്രാമയായിരുന്നു.
വണ്ടി നിങ്ങൾ റിപ്പയർ ആക്കിയിട്ട് തെറ്റ് മൊത്തം ഞങ്ങളുടെ ഭാഗത്തോ അല്ലേ? ആ, വണ്ടി ഞാനായിട്ട് റിപ്പയർ ആക്കണമെങ്കിൽ എനിക്ക് എന്താ ബ്രാൻഡ് ഉണ്ടോ? അടിപൊളി, കൊള്ളാം. എന്തൊരു ആക്ടിങ്ങാ. ആക്ടിങ്ങോ? ഇപ്പോഴാണോ ഇങ്ങനെ അതോ ആദ്യം ഇങ്ങനെ തന്നെയാണോ? ഈ വീഡിയോ ഒന്ന് നോക്ക്. അപ്പൊ എല്ലാം കണ്ടോ? സോറി രാജ്, ഞാനൊരു കാര്യം പറയട്ടെ, എന്നൊന്ന് സഹായിക്കോ? ആദ്യം കാര്യം എന്താന്ന് പറ. സഹായിക്കണോ വേണ്ടെന്ന് ഞാൻ പിന്നെ പറയാം. എനിക്ക് സത്യയെ ഒരുപാട് ഇഷ്ടാ. ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്. ഇത് അവനോട് പറയാൻ എനിക്ക് പേടിയാവുന്നു രാജ്. അതെയോ? ഇവരുടെ ലവ് ഒരു കാരണമാക്കിയിട്ട് അക്കയെ നമ്മുടെ വലയിൽ വീഴ്ത്താം. അങ്ങനെയാണെ ഓക്കെ. എനിക്കും തന്നോടൊരു കാര്യം പറയണം. അതെന്താ? എനിക്ക് അക്കയെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവളോട് എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നറിയില്ല. നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ ഡൺ. ഞാൻ നിനക്ക് 1 hourൽ കോൾ ചെയ്യാം. ഓക്കെ. ഇവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ആളെ കിട്ടിയോ ഇല്ലയോ? ഒരാഴ്ചക്കുള്ളിൽ പിടിക്കാൻ സാറേ. ഹലോ അക്കി, നീ ഇപ്പൊ എവിടെയുള്ള? കോളേജില്. ശരി, നാളെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്താ അത്? 11:30 ജ്യോതി മോളിൽ വന്നേക്ക്. ഓക്കെ ഓക്കെ. ഹലോ സഞ്ജു. ഹലോ രാജ്. അക്കയോട് സംസാരിച്ചോ? സംസാരിച്ചു. നാളെ 11:30 അവള് ജ്യോതി മോളിൽ വരുന്നുണ്ട്. എനിക്കത് മതി, ഞാൻ വന്നേക്കാം. വാവ്, ഇതാരാ തന്നെ? ചേട്ടൻ തന്നതാ. ചേട്ടനോ? ഇപ്പൊ എവിടെയുള്ളേ? മേളിലുണ്ട്. എന്റെ മനസ്സിൽ കയറിക്കൂടി ആദ്യത്തെ പെണ്ണാണ് നീ. ഇനിയുള്ള ജീവിതം നമുക്ക് ഒരുമിച്ചായാലോ രാജ്? ഓ സോ ക്യൂട്ട്. ആരാ തന്നത്? ചേട്ടൻ തന്നതാ. ഇപ്പൊ എവിടെയുള്ള? നീയോ? അക്കി പ്ലീസ് 1 minute, ഞാൻ പറയുന്ന കേക്ക്. ഒന്നിരിക്കേ. നീ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ പറയുന്നത്. നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായി. നിന്നെ കാണുന്നതിന് മുമ്പ് കണ്ണാടിയിൽ നോക്കിയാ എനിക്ക് എന്നെ മാത്രമേ കാണുള്ളൂ. നിന്നെ കണ്ടപ്പോ മുതല് എപ്പോ കണ്ണാടി നോക്കിയാലും നിന്നെ മാത്രമേ കാണുന്നുള്ളൂ എനിക്ക്. ആ നിമിഷം മുതൽ നീ എന്റെ എല്ലാമായി മാറി. നിനക്കത് പ്രേമാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ മണ്ടത്തരമാണെന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ പറയുന്നതല്ല സത്യമാണ്. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല. നിനക്ക് അയച്ച ലെറ്ററിൽ സന്തോഷം, പണം, സ്റ്റേറ്റസ്, ലൈഫ്. നീ ഒരാൾ എന്റെ ജീവിതത്തിൽ വന്നാ എനിക്ക് അതൊക്കെ കിട്ടിയതുപോലെയാണ്. നിന്റെ ലൈഫിൽ ഞാൻ വന്നാ ഞാനുണ്ടെന്ന് നീ ഫീൽ ചെയ്താലും ഈ പണം, സ്റ്റേറ്റസ് ഒക്കെ വിട്ടിട്ട് ലൈഫിനെ കുറിച്ച് മാത്രം നീ ചിന്തിക്കേ. ലൈഫിൽ സന്തോഷം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. എപ്പോഴെങ്കിലും നീ എന്റെ ഇഷ്ടം മനസ്സിലാക്കുകയാണെങ്കിൽ എനിക്കത് മതി. ഐ ലവ് യു. Yes! Yeah. All I wanna do is just be by your side. Take you on a ride of a lifetime. Nothing to hide, I'm here to fight. All the evil, my love, you're above. Yeah. തിരകത്തി കാറ്റിനെ തിരിവയ്ക്കും സൂര്യനായി പുറമേയും മേട്ടില് കൂട്ടായി കൂട്ടിടാം. മിന്നും പോൽ നിൻ കൊഞ്ചലോവരെ ചെറുനാളങ്ങൾ ചിന്നും പോൽ നിൻ നെഞ്ചിലേ. Come on.
ചിറകായി പാറിയില്ലേ ആകാശനഗരം അതിലോരോ മധുരം ആനന്ദം ചൊല്ലും ഞാൻ സ്വന്തം ചുവട് ഇനി തരണം തരണം താരത്തെ പോലെ താരം പോലെ താന കുറുകിക്കാട്ടെ കുടമഞ്ഞൽ കുളിരല്ലേ നീ കണ്ണാൽ നോക്കുമ്പോഴും കുളിരെല്ലാം ചൂടിക്കാം തിരിവയ്ക്കും സൂര്യ പുറമേയും നേട്ടില് കൂട്ടായി കൂട്ടിടാ Hey girl, just you and me, come to me, I'll set you free from all the unnecessary jamboree, cause it's gotta be കണ്ണിൽ വെക്കാം കണ്ടെത്ത കാട് തെളിക്കാം കൊമ്പല്ല കൊമ്പിലടഞ്ഞിടാം സകലം നിന്നയിൽ കൊണ്ട പെയ്യും മഴതൻ പെരുമാ നിൻ കൂടെ പോരാം മിന്നാത്ത കിളിയായി കൂട്ടിക്കൂടാ 7 ജന്മങ്ങൾ നാം ഇക്കരവായി പൊന്നിടാം മെയ് പതിയാ നേരത്തെല്ലാം നീ മാസച്ചൂടേക്കാം തിരകത്തിക്കാട്ടിലെ തിരിവയ്ക്കും സൂര്യനാ പുറമേയും മേട്ടില് കൂട്ടായി കൂട്ടിടാം മനസ്സേ അറിയാമവ മഞ്ഞൻ മഴയേകവ ഇരകൾ കൊണ്ടേ തേടും പറയൂ സർ. AP21 AU 2771 ഡസ്റ്റർ. സോറി സർ, ഈ നമ്പറിലൊരു വെഹിക്കിൾ രജിസ്റ്റർ ആയിട്ടേ ഇല്ല സർ. വാട്ട്? ഇവളാണെങ്കിൽ ദേഷ്യക്കാരിയാണല്ലോ. അതിന് വെള്ളം വെക്കാൻ ഞാൻ ലേറ്റ് ആയിട്ട് വന്നു. ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് വർക്ക്ഔട്ട് ആയ പിന്നെ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യുന്ന വരുന്ന വഴിക്ക് വണ്ടി റിപ്പയർ ആയിടി. പിന്നെ ഒരു മെക്കാനിക്കിന്റെ വണ്ടി റിപ്പയർ ആവുമല്ലേ? സത്യമാണ്, നീയാണ് സത്യം. എന്റെ തലത്തോട്ട് സത്യം ചെയ്യണ്ട. അന്ന് വലിയ കാര്യത്തില് നിന്റെ വണ്ടി ഫ്രീ ആയിട്ട് റിപ്പയർ ചെയ്തരാന്ന് പറഞ്ഞതല്ലേ. ഇപ്പൊ മര്യാദക്ക് നീ നിന്റെ വണ്ടി റിപ്പയർ ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ പോകും. നീ എന്താ എപ്പോഴും ഈ ആകാശത്ത് പറക്കുന്ന പട്ടം പോലെ പോട്ടെ പോട്ടെ എന്ന് ചോദിക്കുന്നത്? എന്തിനാ ഈ ദേഷ്യം? ഡോക്ടറിന് സുഖമില്ലാതാവില്ലേ? പിന്നെ മെക്കാനിക് വണ്ടി റിപ്പയർ ആവാതിരിക്കും? എന്നെ വെയിറ്റ് ചെയ്തിട്ട് എന്നോട് തന്നെ ഒച്ചെടുക്കുക. എന്നാ ഞാൻ ശരിക്കും പോവാ. പോവല്ലക്കി പ്ലീസ്. ശരി, എന്നെ വെയിറ്റ് ചെയ്തല്ലേ, അതിനൊരു പനിഷ്മെന്റ് ഉണ്ട്. എനിക്ക് പാർട്ടി വേണം. അയ്യോ, പാർട്ടിയല്ലേ, ഞാൻ തരാം. റെസ്റ്റോറന്റിലേക്കാണെന്ന് പറഞ്ഞിട്ട് ഈ ഷെഡിലേക്ക് എന്തിനാ കൂട്ടിക്കൊണ്ടുവന്ന്? ഹലോ, നിന്നോടാ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. എന്റെ അസിസ്റ്റന്റിനോടെ എന്തൊക്കെ ജോലി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ട് വരാം. എന്താടാ? നമസ്കാരം. പറയൂ സർ. എടാ, ഇത് ഞാനടാ രാജു. ഓ എന്തൊക്കെയായി കാണുന്നേ? അവന്റെ ഡ്രസ്സും ആ പെണ്ണും. ഏട്ടാ, അതൊക്കെ പിന്നെ പറയാം. നീ ഒന്ന് മനസ്സിലാക്ക്. എന്റെ ഗേൾഫ്രണ്ടിന്റെ പാർട്ടി കൊടുക്കണം. പ്ലീസ്, എനിക്ക് അതിന് കുറച്ച് കാശ് വേണം. കാശ് വേണമെന്നോ? പാർട്ടി കൊടുക്കുന്നത് നീയല്ലേ പൈസ കൊടുക്കേണ്ടത്. എന്നോട് ചോദിച്ചാ എങ്ങനെയാ? എടാ, ഞാൻ വേണമെങ്കിൽ കാലിലൂടെ എന്റെ ജീവിതത്തിൽ കയറി കളിക്കില്ലേ. ഞാൻ പോയിട്ട് വന്നിട്ട് നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊക്കെ ഞാൻ സഹിച്ചോളാം. ആ പെണ്ണ് വെയിറ്റ് ചെയ്യാടാ. ആദ്യം അവന് പൈസ കൊടുക്ക്. വൈകുന്നേരത്തെ ഇവനെ പിടിക്കാൻ നമുക്ക്. കൊടുക്കാന്നാണോ പറയുന്നത്? താങ്ക്സ് ടാലിയ, താങ്ക്സ് ഡാ. യെസ്, ശരി, ഓക്കെ. ഞാൻ പുറത്തു പോയിട്ട് വരാം. സൂക്ഷിക്കണം. വൈകുന്നേരം ഞാൻ വരുമ്പോ കണക്കിൽ വല്ല കുറഞ്ഞാണ്ടല്ലോ. എന്നെ കുറിച്ച് അറിയാലോ നിങ്ങൾക്ക്. പോടാ. അവൻ പാർട്ടിന്നും റെസ്റ്റോറന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പൈസ എത്ര കൊടുത്ത്? ഡാ, പെണ്ണുങ്ങളുടെ പുറകെ പോയാ പൈസ എത്ര വേസ്റ്റ് ആവുന്ന അവനറിയില്ലടാ. നമ്മൾ റെന്റ് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന പൈസ ഞാൻ അവന് കൊടുത്തത്. അതുകൊണ്ട് ഫുഡ് നമുക്ക് ഈ 100 രൂപ കൊണ്ട്. ഡാ, അവന് കൊടുത്തത് 100 രൂപയാടാ. അവനെന്ന് ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോ ഉറപ്പാ. എത്ര നേരം വെയിറ്റ് ചെയ്യണ്ടേ? നീ എന്തൊക്കെയാ സംസാരിക്കുന്നെ? അവനെ കണ്ടില്ലേ? നമ്മളെ രണ്ടുപേരെ എടുത്തിട്ടങ്ങ് പെരുമാറും. നിനക്ക് പേടിയില്ലേ? പേടി എന്താണെന്ന് അറിയാത്ത ചോരയാണ് എന്റേത്. അവൻ ഇതെങ്ങനെ കേട്ടാ നിന്നെ ചമ്മന്തിയാക്കുന്നുള്ളത് ഉറപ്പാ. കാണുന്നോ ഞാൻ ആരാണെന്ന് ഇപ്പൊ നീ കാണുന്നോ? ചക്ക, നീ വാടാ. എന്താ മോനെ നോക്കി പഠിപ്പിക്കുന്നില്ല സർ. ആദ്യം ടേബിൾ ക്ലീൻ ചെയ്യേ. മര്യാദക്ക് ചെയ്യടാ. ഓണർ ഇവിടെ തന്നെ ഉണ്ടോ? എന്ത് ബിസിനസ്സാ സാർ നിങ്ങൾ ചെയ്യുന്നത്? ബിസിനസ് ഒന്നുമല്ലടാ, എഞ്ചിനീയർ, മെക്കാനിക് എഞ്ചിനീയർ.
ശരി, അതൊക്കെ പോട്ടെ. ഇവിടെ കഴിക്കാൻ എന്തൊക്കെയുള്ള മെനു കാർഡ് നോക്കൂ സർ. എന്താടേ ഇപ്പൊ ഞാൻ നോക്കി വായിച്ചിട്ട് വേണം നിന്നോട് പറയാൻ. എനിക്കത്ര സമയമൊന്നുമില്ല. ഐ എം സോ ബിസി. നീ തന്നെ പറ. ഓക്കെ സർ. ചിക്കൻ ഫ്രൈഡ് റൈസ്, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ കബാബ്, മട്ടൻ കബാബ്, വെജ് ഗോബി, ഗോബി മഞ്ചൂരിയൻ, ചിക്കൻ ടിക്ക, ക്രാബ് ഫ്രൈ, കോഴി പൊരിച്ചത്, ചിക്കൻ 65, ചിക്കൻ ഡ്രം സ്റ്റിക്, ഫിഷ് ഫ്രൈ. മതി. ഡാർലിംഗ്, അവൻ എന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നീ തന്നെ ഓർഡർ ചെയ്തേക്ക്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ റോസ്റ്റ്, തന്തൂരി ചിക്കൻ, ചിക്കൻ 65, ഗോബി മഞ്ചൂരിയൻ, മലായ് കബാബ്, തന്തൂരി നാൻ, ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ് വിത്ത് ഐസ്ക്രീം. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോടി? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. ഈർക്കളിയിൽ സാരി കെട്ടിയ പോലെയുള്ള നീ എങ്ങനെയാണ് ഇതൊക്കെ എടുത്ത് കഴിക്കാൻ പോകുന്നേ? അറിഞ്ഞിട്ട് എന്തിനാ? ഇപ്പൊ പറഞ്ഞത് നിനക്ക് മാത്രമാണോ അതോ കുടുംബം മൊത്തം കഴിക്കാനോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പെണ്ണ് അടുത്തുള്ളതുകൊണ്ട് എക്സ്ട്രാ ആയിട്ട് സംസാരിക്കണോ നീ? ബില്ല് വരുമ്പോ അറിയാം നിനക്ക്. എന്തിനാടാ നീ എങ്ങനെ നോക്കുന്നേ? വെച്ചിട്ട് പോടേ. മനുഷ്യാണോ പ്ലേറ്റുള്ള മൊത്തം കഴിച്ചില്ല? സർ ബിൽ സർ. എത്രയായി? just 3,000. It's okay. എടാ സത്യ, എന്ത് പണിയാടാ നീ കാണിച്ചേ? എടാ കാശ് തരാൻ പറഞ്ഞാ നീ എന്താണ് ചില്ലറ തന്നിരിക്കുന്നത്? പെട്ടല്ലോടാ ചേട്ടാ. കാശില്ല ചേട്ടാ. കാശില്ലെന്നോ? എന്നാ എണീക്കടാ. ഇതൂടെ കൈ വെക്കേ. ഇപ്പൊ അറിയാം നിനക്ക് എന്നെ കുറിച്ച്. ഒരു മിനിറ്റ്. കറക്റ്റ് സമയത്താടാ വന്നത്. എടാ കാശ് എത്ര കയ്യിലുണ്ടെന്ന് നോക്കാറില്ലേ? ബില്ല് എത്രയായി? 3000 സർ. 3000 അല്ലേ? ഇത്തവണ നീ രക്ഷപ്പെട്ടു. എല്ലാത്തിനും വെച്ചില്ലേ? ഒന്നിലും മറന്നിട്ടില്ലല്ലോ. എടാ കൈയെടുക്ക. മുട്ടുകാല് തല്ലി ഒടിക്കും ഞാൻ. കുട്ടികൾക്ക് വാങ്ങി വെച്ച സ്വീറ്റ്സ് അതാ. കുട്ടികൾക്കോ? ആ. എന്താടാ മറന്നുപോയോ? നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എവിടെയാ ചെയ്യാ? ആശ്രമത്തിൽ വെച്ചല്ലേ? നാളെ രാവിലെ 10 മണിക്കൊക്കെ നമ്മൾ അങ്ങോട്ട് പോണം. അനാഥാശ്രമോ? കുട്ടികളുടെ കൂടെ നല്ലോണം കളിക്കാൻ പറ്റുമല്ലേ? എടാ ഇവനെന്താ പറ്റി? എവിടേക്കാ പോകുന്നേ? ഹലോ സഞ്ജു. ഹലോ രാജ്. നാളെ രാവിലെ 10 മണിക്ക് ഞങ്ങൾ ആശ്രമത്തിലേക്ക് പോവാണ്. അതെയോ? ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ ഉണ്ടാവണം. നല്ല മധുരം ഉണ്ടാവും. നീ ഇതെടുത്തോ. ഇത് നിനക്ക്. ഇവളെന്താടാ ഇവിടെ വന്നിരിക്കുന്നേ? എന്താടാ വരാൻ പാടില്ലേ? ഇതൊരു അനാഥാശ്രമ. ഇവിടെ ആർക്കും വരാം ആർക്കും പോവാം. ഇവളോ ഇങ്ങോട്ടോ? അവൾക്ക് അത്ര സീനൊന്നുമില്ല. ദാ നീ കഴിക്കേ. പതുക്കെ. ചേട്ടാ എനിക്ക്. എന്താ നന്നായിട്ട് പഠിക്കുന്നില്ലേ? എല്ലാരും ശരി ശരി. മോനെ സൂക്ഷിച്ചട കേട്ടോ. സൂക്ഷിച്ച്. എന്താ മുത്തശ്ശ സുഖമല്ലേ? അങ്ങനെ കഴിഞ്ഞു പോകുന്നു മോനെ. ഇപ്പൊ മോനെ എങ്ങനെയുണ്ട്? ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്നു. ഓപ്പറേഷൻ എത്രയാവുന്ന പറഞ്ഞേ? 1,20,000 രൂപയാവുന്ന പറയണേ. ഡാ കയ്യിൽ എത്രയുണ്ടോ എടുത്തേ. ദാ ഇത് കയ്യിലിരിക്കട്ടെ. തൽക്കാലം ഇത് പിടിച്ചോളൂ. ബാക്കി നമുക്ക് സംഘടിപ്പിക്കാം. ശരി മോനെ. മോനെ ദാ എടുത്തോ. ഓപ്പറേഷന്റെ ചെലവിന് എന്നാലായ ഒരു ചെറിയ സഹായം വാങ്ങിച്ചോ മുത്തച്ഛ. അല്ല ഇതൊന്നും വേണ്ട. സാരമില്ല എടുത്തോ. നന്നായി വാ മോളെ. എന്താടാ ഗോൾഡോ അതോ റോൾഡ് ഗോൾഡോ? ശരിക്കുള്ള ഗോൾഡ് ആയിരിക്കൂടാ. ഇവിടെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ മാറി എന്നുള്ളത് നീ എപ്പോഴാ മനസ്സിലാക്കുക സത്യ? മനസ്സേ അറിയാൻ വാ, മഞ്ഞിൻ മഴയേകാ, ഇമകൾ രണ്ടും കൊണ്ടേ തുന്നും ഓർമ്മകൾ തേടാൻ വാ. മാധവമായി നീ വാ, മാമകമനതാരിൽ
പ്രാണൻ പൂക്കും ശില പോൽ നീ എൻ മുന്നിലുലഞ്ഞേവാ. മധുമയ മഴ പെയ്യും ഹൃദയം നിന്നെ നിഴലായി മാറ്റാൻ നിറയുന്നു താനേ നീലാകാശം നീ. കടമുന കുളിരേക നീ വന്നു തെന്നൽ പോലെ മിഴികൾ ചായാതെ കണ്ടു കൊതിച്ചിടാം. എന്തെന്തു തോന്നും പോലെ ഉള്ളിനുള്ളിൽ തൂമുത്തായി നിൻ പ്രണയത്തിങ്കളൊരു മഞ്ഞാത്തുയിലാവാം ഞാൻ. നിറമേറെ നൽകാൻ വാ മുന്നിലെ മാറിയിടട്ടൂവേ. പ്രാണൻ ചേരും പ്രാവേ നിന്നെ ആരാധിക്കാം ഞാൻ. താരകനദി പോലെ തിരിവച്ച മനം നിറയെ ചിറകായി മാറി ചിരികത്തി പെയ്തരികെ നിൽക്കാം ഞാൻ. വിതുമുകിലാതെ നിന്നെ തേടും മുകിലിൻ വർണ്ണം ഞാൻ. കരുണ കണ്ണിൻ കണ്ണീരെല്ലാം ഒന്നായി മായ്ച്ചിടാം. അഴകായി താളം തഴുകിച്ചേരാൻ പാട്ടായി മാറി നാം. ഒരുപോലൊഴുകും ഹൃദയക്കടലിൻ തിരയുടെ പാട്ടുകൾ നാം. നിന്നെ മോഹിക്കുന്നൊരെന്നൽ തെന്നൽ പോലെ മെല്ലെ അരികിൽ പാറി പാറിപ്പോരാം ഞാൻ. എടോ വണ്ടി നിർത്തിയേ. ഈ സമയത്ത് ഇവിടെ എന്താ ഇവിടെ? സഞ്ജന, ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടെ ഇതാണോ പണി? താടി കിട്ടും മോനെ. ഇനി ഞാൻ നിന്നെ ഇവിടെ കൂടെ എവിടെയെങ്കിലും വെച്ച് കണ്ട വിട്ടേക്കലേ ഞാൻ കൊന്നളേ. അമ്മയില്ലാത്ത കുഞ്ഞാണെന്ന് ലാളിച്ചു വളർത്തിയപ്പോ നീ ചെയ്യുന്ന പണി ഇതാണോ? വീട്ടിന്ന് പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും പോയ നിന്റെ കാലി ഞാൻ തല്ലി ഓടിക്കും. നീ വീട്ടിലിരുന്നാ മതി. പുറത്തേക്ക് എവിടെങ്കിലും പോകാൻ നോക്കിയാ മിണ്ടാതിരി. സത്യകാരജി പിള്ളേർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടു. ഇവിടെ ആരടാ സത്യ? ഞാനാ. എന്തേ? ഒരു മെക്കാനിക്കിന് പോലീസിന്റെ മോളെ തന്നെ വേണോടാ. സത്യകാരജിലേക്ക് പോ. നേരെ പോ. ആ നിർത്ത്. നിങ്ങള് പെട്ടടാ. എന്താടാ പൊടി തട്ടുന്ന? സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്താൻ പോകണോ? കോൺസ്റ്റബിൾസ് പിടിച്ച് വണ്ടിയിലിടവന്മാരെ. എന്തിനാ ഞങ്ങളെ പിടിക്കുന്നേ? എന്നോടാണോടാ കളി? മതി. എടാ, മെക്കാനിക്കായിട്ട് പണിയെടുക്കുന്ന നിങ്ങക്ക് എന്റെ മോളെ തന്നെ വേണോടാ? സർ, നിങ്ങൾക്ക് ആവശ്യം എന്നെ അല്ലേ? എന്നെ തല്ലിയാ മതി. എന്തിനാടാ? പക്ഷെ ഇവരെ ഒന്നും ചെയ്യല്ലേ. എന്നോട് കൽപ്പിക്കുന്നോടാ? ഡോ സത്യനാരായണ സാർ ഒന്നിങ്ങോട്ട് വാ. ഇതാ വരുന്നു. ആരാടോ അവര്? എന്തിനാ തല്ലുന്നേ? സരസ്വതി നായരുടെ മെക്കാനിക്കുകളാ സാർ. റോട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കായിരുന്നു. ന്യൂസെൻസ് കേസ് ആവരുന്ന് വെച്ച് കൊണ്ടുവന്നതാ. ക്രിമിനൽസിനെ പിടിക്കേണ്ട സമയത്ത് ഇതുപോലുള്ള ചെറിയ കേസൊക്കെയാണോ താൻ നോക്കുന്നേ? നോൺസെൻസ്. എന്തായാലും അവരുടെ അഡ്രസ്സും ഫിംഗർ പ്രിന്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അവരെ വിട്ടേക്ക്. ഓക്കെ സാർ. ഇങ്ങോട്ട് നോക്കിയേ. ഈ ചെറുക്കനെ എവിടെങ്കിലും വെച്ച് കണ്ടിരുന്നോ? കണ്ടിട്ടില്ല സാർ. കണ്ടിട്ടില്ലെന്നോ? ഓ അതെ, ഈ ഫോട്ടോയിലുള്ള ചെറുക്കനെ എവിടെങ്കിലും വെച്ച് കണ്ടിരുന്നോ? ഇയാൾ മരിച്ചുപോയി സാർ.
ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എപ്പോഴോ മരിച്ചെന്നും. എക്സ്ക്യൂസ് മീ മാം. പറഞ്ഞോളൂ സർ. ഈ കോൾ ലിസ്റ്റിലുള്ളവരുടെ പേരും ഡീറ്റെയിൽസും വേണമായിരുന്നു. ഓക്കെ സർ, I'll get it. സർ, ഇതില് 15 മെമ്പേഴ്സ് ഔട്ട് ഓഫ് സർവീസ് ആണ്. ബാക്കിയുള്ള ഒരു നമ്പർ സ്വിച്ച് ഓഫ് ആണ്. ഇവരുടെ പ്രസന്റ് അഡ്രസ് കിട്ടാൻ സാധ്യതയുണ്ടോ? സർ, നിങ്ങൾ അടുത്തുള്ള ക്യാബിനിലേക്ക് പോയി നോക്കൂ, അവരെല്ലാ ഡീറ്റെയിൽസും തരും. ഓക്കെ, താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് കിട്ടിയ സിമ്മുകളെല്ലാം ഒരാളുടെ തന്നെ പേരിൽ ഒരേ അഡ്രസ്സിലാണ് ഉള്ളത്. എല്ലാം എടുത്തത് ഫേക്ക് ഐഡിയിലാണ് സർ. വാട്ട്? ആ ഐഡിയിൽ പേരുള്ള ആള് മരിച്ചിട്ട് ഒരുപാട് കാലമായി സർ. ഈ കേസ് വളരെ മിസ്റ്റീരിയസ് ആണല്ലോ. യെസ് സർ. അല്ല, ധനഞ്ജയ് എവിടെയാ? ഹി ഈസ് കമ്മിങ് സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാ സിമ്മിലെ കോൾ ലിസ്റ്റിലുള്ളവരുടെ ഡീറ്റെയിൽസ് ആണ് സർ. ഈ നമ്പറിൽ നിന്ന് 15 ഇൻകമിംഗ് കോൾസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ഔട്ട് ഗോയിങ് കോൾസ് പോലും ഉണ്ടായിട്ടില്ല. SMS മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ക്രിമിനൽസ് വളരെ അപകടകാരികളാണെന്നാണ് തോന്നുന്നത്. യെസ് സർ. പക്ഷെ ഇതിലൊരു പ്രത്യേകതയുണ്ട് സർ. 15 നമ്പേഴ്സ് ഔട്ട് ഓഫ് സർവീസ് എന്നാണ് വരുന്നത്. പക്ഷെ ഒരു നമ്പർ മാത്രം സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അവൻ ഒരിക്കലും ആ ഫോൺ ഓൺ ചെയ്യാതിരിക്കില്ല. SMS അയക്കണം അവന്. SMS റിസീവ് ആയി കഴിഞ്ഞാലേ നമുക്ക് ഇൻഫർമേഷൻ വരും. യെസ് സർ. ഞാൻ വരട്ടെ സർ. ഓക്കെ. നിങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? എന്ത് ചോദിച്ചാലും ഒരേ ഉത്തരം. തനിക്കൊക്കെ എന്താ പണി? പറയടോ. എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോ ചോദിച്ചാലും അത് തന്നെ പറഞ്ഞോണ്ടിരുന്നു. ഇന്ന് കറക്റ്റ് ആയിട്ട് പറയടോ. ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ഹോം ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പ്രഷർ, മീഡിയയുടെ പ്രഷർ, ജനങ്ങളും ചോദിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുക സാർ. എന്ത് ചെയ്യുന്നുണ്ടെന്ന് ഇനിയും എത്ര പേര് ചാവണം സാർ? അത് താൻ അന്വേഷിക്കാൻ പോയതല്ലേ? ഇയാളും അന്വേഷിക്കാൻ പോയതല്ലേ? എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയോ? ഹലോ സാർ, കൊണ്ടവീട്ടിൽ രണ്ടുപേരെ കൊന്നിരിക്കുകയാണ്. ഇത് ചെയ്തതും അവർ തന്നെയായിരിക്കും. ഫോളോ മീ. സാർ, എന്തോ തെളിവ് കിട്ടിയ പോലുണ്ട് സാർ. ധനഞ്ജയ് സർ, ഇത് എത്രയും പെട്ടെന്ന് ഫോറൻസിക് ടീമിന് അയക്കണം. എന്നിട്ട് ഇതിലുള്ള ഫിംഗർ പ്രിന്റ് നമ്മുടെ കയ്യിലുള്ള ഫിംഗർ പ്രിന്റ് മാച്ച് ആവുന്നുണ്ടോ നോക്കണം. ഓക്കെ സർ. ടേക്ക് ഇറ്റ്. സൂക്ഷിച്ച് നോക്കണേ. ഇവരെല്ലാം ഒരേ കുടുംബത്തിലുള്ളവരാണ്. അപ്പൊ ഈ കൊലപാതകങ്ങൾ വെറും കാശിന് വേണ്ടി മാത്രമല്ല. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു സത്യമുണ്ട്. അത് കണ്ടുപിടിച്ചേ മതിയാവും. സത്യനാരായണ, ഇനി ഈ ഫാമിലിയിൽ ബാക്കിയുള്ളത് 2 പേര് മാത്രമേ ഉള്ളൂ. സോ അടുത്ത ടാർഗറ്റ് തീർച്ചയായിട്ടും അവർ തന്നെയായിരിക്കും. അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അവർക്കുള്ള സെക്യൂരിറ്റിയും ഏർപ്പാട് ചെയ്യണം. ആ സറൗണ്ടിൽ സംശയാസ്പദമായി ആരെങ്കിലും കണ്ടാല് അവരുടനെ തന്നെ അറസ്റ്റ് ചെയ്യണം. ആ കോൺസ്റ്റബിൾ ആണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. എന്തൊരു വേദനയാ. ഈ പോലീസുകാർ ഇങ്ങനെയാടാ, ഫോൺ വാങ്ങിച്ചോണ്ട് സ്വിച്ച് ഓഫ് ചെയ്യും. എങ്ങനെയെങ്കിലും ഒന്ന് സത്യം വിളിക്കണം. സഞ്ജുയുടെ ഫോൺ എന്താ സ്വിച്ച് ഓഫ്? അത് ഈ സമയത്ത് എങ്ങനെയൊന്ന് വിളിക്ക? ഓൺ 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 ഓൺ. അച്ഛന്റെ ഫോണോ? ഈ നേരത്തെ ആരാടാ വിളിക്കുന്നേ? ഹലോ ഹലോ, സത്യ. സഞ്ജു, നീ ആയിരുന്നു? നീ എവിടെയുള്ളേ? അച്ഛൻ എന്റെ ഫോൺ വാങ്ങി വെച്ചിട്ട് എന്നെ ഹൗസ് അറസ്റ്റ് ചെയ്തിരിക്കുക. എനിക്ക് നിന്നെ കാണണം സത്യ. ഞാനിത് വരുന്നു. ഉടനെ അങ്ങോട്ടേക്കുള്ള വഴി എനിക്ക് റൂട്ട് മാപ്പ് അയച്ചതാ. ഓക്കെ, ബോഡി പോസ്റ്റ്മോർട്ടത്തിനുള്ള ഏർപ്പാടായി. സർ, ലെഫ്റ്റ്. സർ, എക്സാക്ട്ലി കുറച്ച് മുന്നോട്ട് സർ. യെസ് സർ, അവിടെ തന്നെ. അവിടെ തന്നെ സിഗ്നൽ ട്രേസ് ആവുന്നത്. റൈറ്റ് ആണോ? അതെ സർ. മാച്ച് ആവുന്നുണ്ട് സർ. ഇവൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അതെ, ഞങ്ങൾ ഓൺ ദ വേ ആണ്. റൈറ്റ്, ഫാസ്റ്റ്. അതെ സർ, അവിടുന്ന് റൈറ്റ്. അവിടെയാണ് ട്രേസ് ഔട്ട് വന്നത്. ഈ വീടോ? ഗേറ്റ് ലോക്കാണല്ലോ. സാർ, ഇത് എന്റെ വീടാ. തന്റെ വീടോ? ചെന്നാ ലോക്ക് വർക്ക്. ഓക്കെ, കം ഓൺ. ഹാൻഡ്സ് അപ്പ്. സത്യനാരായണ, ആദ്യം അവരുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്ക്. ഇങ്ങോട്ട് കൊണ്ടുവാ. അന്ന് ആ മാസ്ക് ധരിച്ച ആൾക്കാർക്കും സത്യനാരായണനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
നമുക്ക് കിട്ടിയ കോൾ ലിസ്റ്റ് സത്യനാരായണൻ്റെതാണോ? അപ്പൊ ശരിക്കുള്ള കുറ്റവാളി സത്യനാരായണനാണോ? സത്യനാരായണൻ എവിടെയാ? ഹലോ, ഇവിടെ ലേഡീസ് ഹോസ്റ്റലിനടുത്ത് റെഡ് കളർ ഇന്നോവയിൽ മാസ്ക് ധരിച്ച് 4 പേര് ഇരിപ്പുണ്ട് സർ. ഡോണ്ട് ലീവ്. ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം. സഞ്ജയ്, എന്താ ഫോർമാലിറ്റീസ് ചെയ്യേ? സഞ്ജു കരയണ്ട, നിനക്ക് ഞാനുണ്ട് സഞ്ജു. എന്തു പറ്റി? അവന്മാരെന്നെ അടിച്ചു വീഴ്ത്തിയിട്ട് ആ പെണ്ണിനെ കൊണ്ട് പോയി. എങ്ങോട്ടാ പോയത്? അതുവഴിയാണ് പോയത് സാർ. ഓക്കെ, ടേക്ക് കെയർ. മാസ്ക് അടിച്ചു മാറ്റടാ. അവസാനം നമ്മുടെ ഹീറോ വന്നു. മര്യാദയ്ക്ക് അവളെ വിടാൻ നോക്ക്. സാറ് വന്നില്ലേ, എന്നാ കൊണ്ടുപോയിക്കോ. കൊണ്ടുപോടാ. ഇവരെങ്ങനെയെങ്കിലും ജീവനോടെ പിടിച്ചേ പറ്റൂ. പോലീസുകാരന്റെ മേലെ കൈവയ്ക്കേ. അല്ല, ആദ്യം കൂടാ. ഇതല്ല അത്. മനുഷ്യന്മാരുടെ ജീവൻ ബലൂണിലുള്ള കാറ്റാണെന്ന് കരുതിയോ? അങ്ങനെ കരുതിട്ടല്ല നീയൊക്കെ കൊല്ലുന്നേ. ജീവൻ പോകുമ്പോഴുള്ള വേദന ഞാൻ കാണിച്ചു തരാടാ. ധനഞ്ജയ്, മാസ്ക് ഇടയ്ക്ക്. പറയടാ, പറയേ. ഞങ്ങളുടെ മേലെ കൈവച്ചിട്ട് നീ വലിയൊരു തെറ്റാ ചെയ്യണേ. കൊല്ലണമെങ്കിൽ നീ ഇപ്പഴേ കൊന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒരാള് ജീവിച്ചിരുന്നാ പോലും എന്റെ ഈ 6 ശരീരത്തിൽ കത്തി ഇറക്കി ഞങ്ങൾ ആർമതിക്കും. വഴി പഴച്ചവന്മാര്. നിന്നെയൊക്കെ കൊല്ലണമായിരുന്നെങ്കിലേ നിങ്ങളെ കിട്ടിയ അതേ നിമിഷം തന്നെ പട്ടിയെ കൊല്ലുന്ന പോലെ വെടിവെച്ച് കൊല്ലാമായിരുന്നു. നിങ്ങൾ ചെയ്ത കൊലപാതകമെല്ലാം പണത്തിന് വേണ്ടിയാണെന്നറിയാം. അവസാനം 3 കൊലപാതകം ഒരു ഫാമിലിയെ ടാർഗറ്റ് ചെയ്തിട്ട് മാത്രമായിരുന്നു. അതെന്തിനാണെന്ന് എനിക്കറിയണം. എടോ പോലീസേ, താൻ ഞങ്ങളെ എത്ര പീഡിപ്പിച്ചാലും ഞങ്ങളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റില്ല. തനിക്ക് ഒരു കുന്തവും കിട്ടില്ല. നിന്റെ അടുത്തുനിന്ന് സത്യം മാത്രമല്ല, ചെറുപ്പത്തിൽ നീ കുടിച്ച മുലപ്പാല് വരെ പുറത്തു കൊണ്ടുവരും. ധനഞ്ജയ്, ഈ റാസ്കൽസിന്റെ വായിൽ നിന്ന് സത്യമൊക്കെ പുറത്തു വരണം. പോലീസിന്റെ രീതിയൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക്. തിന്നാനും കുടിക്കാനും ഒന്നും കൊടുക്കണ്ട. 1നായാലും 2നായാലും എല്ലാം ഇവിടെ തന്നെ. വേദന ഒട്ടും കുറയ്ക്കണ്ട. മുറിവ് കാണാനും പാടില്ല. നമ്മുടെ ഡിഗ്രി എന്തൊക്കെയാണെന്ന് ഇവന്മാരെ കാണിച്ചു കൊടുക്ക. സൂചി കൊണ്ടോ നിങ്ങള് ജീവൻ പോകുമ്പോ എങ്ങനെ വേദനിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാടാ. പറയടാ. അവനെ സബ് ജയിലിൽ തൊട്ട് ഞങ്ങൾക്ക് പരിചയമുണ്ട്. ജയിലിൽ നിന്നാണ് അവന് കോൺസ്റ്റബിളിന്റെ ഫ്രണ്ട്ഷിപ്പും കിട്ടിയത്. ആ കോൺസ്റ്റബിൾ ആണ് ഞങ്ങൾക്ക് ന്യൂസ് തരാം. ആ ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൊള്ളയടിക്കുക. ഒന്ന് വേഗം ആവട്രാ. ഇതാ വെച്ചോളൂ. ആ രഞ്ജിത്തില്ലേ, അവന്റെ ഡീൽ അമൗണ്ട് 1 കോടി രൂപ. എനിക്ക് കിട്ടേണ്ടത് വൈകുന്നേരം വീട്ടിലോട്ട് എത്തിച്ചാൽ മതി. മിണ്ടാതിരിക്കെ. ഫോൺ വരുന്നുണ്ടാ. ഹലോ, സ്റ്റേഷനിലെ സെറ്റിൽമെന്റിനെ കുറിച്ച് അറിഞ്ഞു. ഡീൽ ഓക്കെ ആയി. 1 കോടി. അഡ്രസ് എഴുതിക്കോ. സാർ പറഞ്ഞോളൂ.
കർണൂർ ഹൈവേ കർണൂർ ഹൈവേ ഹോണ്ട ഷോറൂം. ഓക്കെ. എടാ 5 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അയാള് വരുവോ അതോ വെറുതെ പറഞ്ഞാണോ? അവൻ പറഞ്ഞ ഇൻഫർമേഷൻ ഇന്ന് വരെ തെറ്റിയിട്ടില്ല. അവൻ ഉറപ്പായിട്ടും ഇങ്ങോട്ട് തന്നെ വരും. അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. കാർ വരുന്നു. ഡ്രൈവർ കൊണ്ട് കുത്തി 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 കൊല്ലുന്നത് ഒരു സുഖമുള്ള പരിപാടിയാടാ. സാർ നമസ്കാരം സാർ. വരണം വരണം. എവിടെടാ എന്റെ കമ്മീഷൻ? ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. സാർ വന്നല്ലോ. എടുത്തോ സാറേ സാറിന്റെ കമ്മീഷൻ. ബാഗിലിട്ട് വെച്ചിരിക്കാണോ? ആ ഓക്കെ. ഓ വെരി ഗുഡ്. സാർ ഇനി എത്ര ദിവസം സാർ ഈ ചെറിയ ഡീലൊക്കെ? വലിയ ഡീല് പറ സാറേ, ഞങ്ങൾ ചെയ്ത് കാണിക്കാം. തിരക്ക് കൂട്ടി എങ്ങനെയാണോ? എന്താണെങ്കിലും സമയം വരണം. സമയം വരുമ്പോ പറയാം അപ്പ ചെയ്തു. എന്നാ ഞാൻ വരട്ടെ. തൃപ്തിയായല്ലോ? നിനക്ക് 10, നിനക്ക് 10, നിനക്ക് 10. അവന് 20. എനിക്ക് 50%. തനിക്ക് 50%ഓ? അപ്പൊ ബാക്കി ജോലി ചെയ്ത് ഞങ്ങൾക്ക് 10%ഓ? ഇൻഫർമേഷൻ തന്നവന് 20%, ഒന്നും ചെയ്യാതിരിക്കുന്നത് നിനക്ക് 50%. അതേടാ, നിങ്ങൾക്ക് ജോലി തരുന്നത് ഞാൻ, ഇൻഫർമേഷൻ തരുന്നത് ഞാനാണ്. അതോർത്ത് സന്തോഷിക്കേ. ഇല്ലെങ്കിൽ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിച്ചെടുക്കും നിങ്ങളൊക്കെ. കഷ്ടപ്പെടുന്നത് നമ്മള്. അവനാണെങ്കിൽ 20% എടുത്തോണ്ട് പോകുന്നു. നീ ഒന്ന് ആലോചിക്ക്. നമ്മൾ 4 പേര് സമയമായിട്ട് എടുക്കാം. സമമെന്ന് വെച്ചാ എങ്ങനെയാടാ? മിണ്ടാതെ ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കും. ഒന്നിനും കൊള്ളാത്തവന്മാരെ ഭാഗം സമമായിട്ട് വേണോ? നീ ചോദിച്ചില്ല ഒരു വലിയ ഡീല് വേണമെന്ന്. ഇന്ന് ബാംഗ്ലൂർ ഹൈവേയിൽ ഒരു ആംബുലൻസ് വരുന്നുണ്ട്. വെഹിക്കിൾ നമ്പർ AP21TU1503. ഡീല് 100 കോടിയാ. ഓക്കെ. ഈ ഡീല് കൊണ്ട് എന്റെ ലൈഫ് സെറ്റിൽ ആവൂടാ. നിന്റെ ലൈഫ് മാത്രമല്ലോ നമ്മളെ ലൈഫ്. വരുന്നത് 100 കോടിയാ. എല്ലാരും സമമായിട്ട് വീതം വയ്ക്കാം. ജോലിക്കാരൻ ജോലിക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. എല്ലാവരും മുതലാളിമാരായ പിന്നെ ജോലി ആരാടാ ചെയ്യ? ഞാൻ തരുന്നത് വാങ്ങി നക്കിയിട്ട് ജോലി ചെയ്യാൻ നോക്ക്. ഡീല് കറക്റ്റ് ആയിട്ട് ചെയ്താലേ വേണേ ഇപ്രാവശ്യം കൂട്ടിത്തരാം. നാളെ ഞാൻ ഉറപ്പായിട്ടും സെറ്റിൽ ആവണം. ഇൻഫർമേഷൻ നമുക്ക് വന്നതിന് ശേഷം അവര് ഷെയർ എന്തിനാടാ കൊടുക്കുന്നത്? അതല്ലേ 50% മതിയോ? 100% എടുത്തോ. കഷ്ടപ്പെടുന്നൊക്കെ ഞങ്ങളാ. ലാഭത്തിൽ 50% അവര് കൊടുക്കണോ? അതുകൊണ്ട് അവരെ കൊല്ലാതെ തീരുമാനിച്ചു. ചത്തൂന്ന് കരുതി. പക്ഷെ അവൻ രക്ഷപ്പെട്ടു. ആ കൊള്ളയുടെ കാര്യം ഞങ്ങൾക്കും ആ നൊണ്ടിക്ക് മാത്രമേ അറിയൂ. അവന്റെ പുറകിൽ ആരോ ഉണ്ട്. അവനെയും പോക്കണം. ജീവനെ കൊതിയുള്ളതുകൊണ്ട് അവനിവിടെ ഒളിച്ചിരിക്കുക. അവനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവന്റെ ഫാമിലിയെ തന്നെ ഇല്ലാതാക്കിയത്. കാണാൻ വലിയ വീട്ടിലെ പിള്ളേരെ പോലെ ഉണ്ടല്ലോ. ഈ ഫോട്ടോയിലുള്ളവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല ഏട്ടാ. എപ്പോഴേലും എവിടെയെങ്കിലും വെച്ച് കണ്ട ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കേ. വെറുതെ വേണ്ട, പൈസ തരാം. ശരി സാർ. സഞ്ജു, വിഷമിക്കേണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ അവരുടെ ഓർമ്മ നിന്നിൽ ഉണ്ടാവണം. കാലം വിഷമത്തിന്റെ വേദന കുറയ്ക്കും. അച്ഛന്റെ സ്ഥാനം വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നിന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് വാക്ക് തരാൻ പറ്റും. എടാ, എന്റെ പങ്ക് എനിക്ക് കിട്ടിയിട്ടില്ല. 1/2 മണിക്കൂർ നിനക്ക് സമയം തരാം. അതിനുള്ളിൽ എന്റെ പങ്ക് നീ സെറ്റിൽ ചെയ്യണം. പോലീസ് സ്റ്റേഷന് മുമ്പിൽ തന്നെയാ ഉള്ളത്. ഞാൻ പോയി സറണ്ടർ ആയാലുണ്ടല്ലോ, എല്ലാ കാര്യവും ഞാൻ പറയും. സത്യ
ഇപ്പൊ സ്റ്റേഷന്റെ പുറത്താ ഉള്ളത്. അവൻ കുടുങ്ങിയ നമ്മുടെ കഥ തീർന്നു. ആരാണിവൻ? എന്തോ തരികിടപ്പണി ഒപ്പിക്കാൻ തോന്നല്ലോ. ആരാടാ നീ? പോലീസ് സ്റ്റേഷന് മുമ്പിൽ എന്തോടാ വെയിറ്റിംഗ്? വാടാത്തേക്ക്. അവൻ കുടുങ്ങിയടാ. അവൻ നമ്മളെ കുറിച്ച് പറഞ്ഞ നമ്മുടെ കഥ തീർന്നു. എന്താ? ഞാൻ വിളിക്കുന്നു. അതല്ല, ഇവിടെ വേറെ ടെൻഷനില്ല. അതിലും വലിയൊരു കാര്യം ഇത്. എന്താ? നരേഷ് കോമയിൽ നിന്ന് ഭേദമായത്. ആണോ? സർ, ഇവ സ്റ്റേഷന് മുമ്പിൽ പരിങ്ങി നിൽക്കായിരുന്നു, അതുകൊണ്ടാ പിടിച്ചോണ്ട് വന്നത്. സാർ, ഈ ഫാമിലി ഫോട്ടോയിലുള്ളത് ഇവനാ സാർ. ഇവന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. വേഗാവട്ടെ, കൊണ്ടുപോ. ഇങ്ങനെ ചോദിച്ചാ നീ പറയില്ലല്ലടാ. പോലീസിന്റെ രീതിയിൽ ചോദിച്ചാലേ നീ പറയുമല്ലേ? പറയടാ, പറയേ. അറിയില്ല. അറിയില്ലേ? പറയടാ. അറിയില്ലേ? അറിയില്ല അല്ലേ? ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാ നീ പറയും. കൊലയാളികൾക്ക് നിനക്ക് നിങ്ങളുടെ ബന്ധം പറയൂ. ആംബുലൻസിൽ എന്തായിരുന്നു പറയൂ. അറിയില്ല സാറേ. കൊണ്ടാപ്പൂർ ചെക്ക് പോസ്റ്റിൽ വെച്ച ആംബുലൻസ് ഡ്രൈവറെ കൊന്നത് നീയല്ലടാ. ഞാൻ എന്താണ് നീ അയാളെ കൊന്നേ? നീ ഒറ്റയ്ക്കാണോ കൊന്നേ, അതോ നിന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? പറയൂ. സത്യം എവിടെയാ? ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? നൗ ഹി ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഓക്കെ സത്യ, എനിക്ക് സമയമൊന്നു, ഞാൻ പോവാണേ. എന്തിനാടാ കരയുന്നേ? മരിച്ചോന്ന് വിചാരിച്ചോ? എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല. ഈ ഹാപ്പി മൊമെന്റിൽ എന്തിനാണ് ഇത്രയും സെന്റിമെന്റ് ഒക്കെ? നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഓക്കെ ഓക്കെ. ഇവനെന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല സാർ. പറയുന്നുണ്ടോ നീ? പറയടാ ധനഞ്ജയ്, ഇവന് കറണ്ട് ഷോക്ക് കൊടുക്ക്. പോരട്ടോ, ആ കറണ്ട് കേബിൾ കൊണ്ടോ. ഇപ്പൊ നീ സത്യം പറയും. എന്നെ കൊല്ലാൻ നോക്കുവാണോടാ? ഞാൻ ആരാന്ന് കാണിച്ചു തരാം. ഡോക്ടർ പറഞ്ഞതിന് ശരിയെന്നാ പറഞ്ഞ. ഇനി കാശ് എവിടുന്ന് റെഡിയാക്കാനാടാ? ആലോചിച്ചിട്ട് കാര്യമില്ലടാ. അവൻ നമ്മുടെ ഫ്രണ്ടാ. അവനെ രക്ഷിക്കാൻ വേണ്ടി ATM കൊള്ളയടിക്കണോ അതോ റോബറി ചെയ്യണോ ഒന്നും എനിക്കറിയില്ല. 24 മണിക്കൂറിനൊക്കെ ഞാൻ പണം കൊണ്ടുവന്നിരിക്കും. സത്യം. കൃത്യസമയത്താണ് നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നത്. എടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നിങ്ങളുടെ സൗകര്യത്തിന് കൊള്ളയടിക്കാനായിട്ട് ബാങ്കൊക്കെ നിങ്ങളുടെ പൂർവിക സ്വത്താണോ അതോ ATM കാർഡൊക്കെ പോക്കറ്റിലുണ്ടോ? എടാ, ചെറിയൊരു തെറ്റ് സംഭവിച്ചാലും ശരി, നിങ്ങളൊക്കെ അകത്തും പോവും. നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിൽ അങ്ങ് മേളിലേക്കും പോവും. താൻ ആരാടോ? അല്ലെങ്കിൽ ഞങ്ങൾ വേറെ പ്രശ്നത്തില. തനിക്കെന്താ? നിങ്ങൾക്ക് എന്റെ ബയോഡേറ്റ വേണോ അതോ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ജീവനാണോ വേണ്ടത്? ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ജീവൻ മതി. നിങ്ങളുടെ ഫ്രണ്ട് ജീവിച്ചിരിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവണം. ആ പണം ഉണ്ടാക്കാനുള്ള മാർഗം എനിക്കറിയാം. ഞാൻ പറയുന്നതനുസരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ജീവൻ മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഓക്കെ ആണെങ്കിൽ എല്ലാവരും കൈതരോ. ഇതാ സാറേ സംഭവിച്ചത്. ഞാൻ വേണമെങ്കിൽ അവരുടെ അഡ്രസ് കാണിച്ചു തരാം. മോനെ,
സത്യം എവിടെ ഉണ്ടെങ്കിൽ വിളിക്ക. ഇവിടെ ഇല്ല സാർ, ചേട്ടന്മാര് കൊത്തപ്പേട്ടിൽ പോയിരിക്കാ. കൊത്തപ്പേട്ടോ? ആദ്യം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഫിക്സ് ആണെന്നാ തോന്നുന്നേ. ഈ താക്കോലങ്ങ് പിടിക്ക. ആര് റോട്ടിൽ കല്ല് കൊണ്ടുവച്ചിരിക്കാം. താൻ പോയി എടുത്ത് മാറ്റി. ഓക്കെ സാർ. വെറുതെ കൊന്നോണ്ട് നടന്ന് ഞങ്ങളെ നീ വെറുപ്പിച്ചു. അധികാരം ഉണ്ടെന്ന് വിചാരിച്ചു വെറുതെ കളിച്ചു. ഇപ്പൊ കളിക്കാൻ പറ്റാതെ വീട് കിടക്കുന്നു. ഇനി ഇവനെ മരാമത്ത് ചെയ്യണ്ടേ? പോടാ. ഒന്നിങ്ങോട്ട് ഇറങ്ങി പോടാ പോലെ. ഇനി പറയടാ, നമ്മള് ചെയ്യാൻ പോയ റോബറി താൻ ആരെയും കൊണ്ടാ ജയിച്ചേ? എനിക്കൊന്നും അറിയില്ലടാ, എന്നെ വിട്ടേക്കാ. നിനക്കൊന്നും അറിയില്ലല്ലേ? ഇങ്ങനൊന്നും ചോദിച്ചാ ഇവൻ പറയില്ല. അവനറിയില്ല. പറയാം. അന്ന് നിങ്ങള് എന്റെ തലക്കടിച്ചു പോയില്ലേ? ഞാൻ ചത്തെന്ന് കരുതിയല്ലേ നിങ്ങളന്ന് പോയത്? ഞാൻ അവിടുന്ന് നേരെ ജീവനെ കൈ പിടിച്ച് ആശുപത്രിയിലൊക്കെ പോയത്. കാശിന് വേണ്ടി ഞാൻ അവിടെ ചിലരുമായിട്ട് അടുക്കാൻ ശ്രമിച്ചു. അവരെ കൊണ്ടാ നിങ്ങൾ ചെയ്യാനിരുന്ന റോബറി ഞാൻ ചെയ്യിപ്പിച്ചത്. അത്രേ ഉള്ളൂ, എന്നെ വിശ്വസിക്കടാ. ആരാണവര്? എവിടെ ഉള്ളവരാ? അവന്റെ പേര് സത്യ, ഒരു മെക്കാനിക്കാ. സരസ്വതി നഗറില് സത്യ ഗാരേജ് നടത്തുക. സരസ്വതി നഗർ സത്യയുടെ ഗാരേജിലാ? നിന്റെ ജോലി കഴിഞ്ഞു, ഇനി നിനക്ക് പോവാം കേട്ടാ. അന്നെന്തോ നീ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ ജീവനോടെ ഇരിക്കുന്നത് നിന്റെ ഭിക്ഷയാണെന്ന് മറ്റോ? ഞാൻ വെറുതെ പറഞ്ഞതാടാ. ഇന്ന് നിനക്ക് ഞാനൊരു അവസരം തരാം. ജീവനോടെ പൊക്കോ. എനിക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ആൾക്കാരെ കൊല്ലുന്ന ഇഷ്ടമല്ലേ? അതൊന്ന് ട്രൈ ചെയ്തതാ. ഓക്കെ ഡോക്ടർ. സാർ, സാറിന് ഫോൺ. ഹലോ. ബാഡ് ന്യൂസ് സൂര്യ. യെസ് സർ. ആ ക്രിമിനൽസ് അവനെ പിടിച്ച് ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു. ബട്ട് നോ പ്രോബ്ലം, വി വിൽ ക്യാച്ച് ദം വെരി സൂൺ. യു ടേക്ക് റെസ്റ്റ്. ഇത് റെസ്റ്റ് എടുക്കാനുള്ള സിറ്റുവേഷൻ അല്ല സാർ. അവിടെയുള്ളവർ മനുഷ്യന്മാരല്ല, രക്തക്കൊതി പിടിച്ച മൃഗങ്ങളാ. അവരെ ഞാൻ വെറുതെ വിടില്ല സാർ. മൃഗത്തെ വേട്ടയാടുന്ന പോലെ വേട്ടയാടും. ഇനി അവരൊരു തെറ്റ് ചെയ്യാനായിട്ട് ഞാൻ അനുവദിക്കില്ല. പറ്റുമെങ്കിൽ ജീവനോട് തന്നെ പിടിക്കും, ഇല്ലെങ്കിൽ എനിവേ ടേക്ക് കെയർ. ഓക്കെ സാർ. ധനഞ്ജയ്, യെസ് സർ. അവർക്ക് ആവശ്യമുള്ളത് പണമാണ്. റോബറി ചെയ്തത് സത്യയുടെ ഗാങ്ങിനായതുകൊണ്ട് അവരുടെ അടുത്ത ടാർഗറ്റ് സത്യയുടെ ഗാങ് തന്നെയായിരിക്കും. പക്ഷെ അവരെവിടെയാണെന്ന് അറിയില്ല. എങ്കിലും അവരെങ്ങനെയും പിടിച്ചേ പറ്റൂ. സത്യയുടെ ഗാങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അവരുമായി ബന്ധപ്പെടുന്ന ആളുകൾ എല്ലാവരെയും കുറിച്ച് അന്വേഷിച്ചത് ടേബിളിൽ ഉണ്ടാവണം. ഓക്കെ, ഡു ഇറ്റ് ഫാസ്റ്റ്. സത്യ എവിടെ ഉണ്ടാവുക? തൊട്ടപ്പുറത്തുള്ള കടയാ സാർ. അവനെ എന്റെ കൈ കിട്ടിയ ഇയാളെ എവിടെയും കണ്ടിട്ടുണ്ടോ? അറിയില്ല സാറേ. നീയോ? എഴുന്നേക്ക്. ഇയാളെ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ല സാറേ. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. അവനും മെക്കാനിക് ആണല്ലോ, പിന്നെ അങ്ങനെ കാണാതിരിക്കും. ഇല്ല സാറേ. അവനെ ഒന്ന് കൈ കിട്ടിക്കോട്ടെ.
സത്യ എന്ന് പറയുന്നത് നീയാ? അല്ല സാർ, എന്റെ ഫ്രണ്ടാ. അവൻ എവിടാ? അവൻ പുറത്തു ഇരിക്കാം. അവന്റെ അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ എവിടാടാ? അവൻ അച്ഛനും അമ്മയും ആരുമില്ല. അപ്പൊ അവൻ അനാഥയാ? 3 ഫ്രണ്ട്സും പിന്നെ ഒരു ഗേൾ ഫ്രണ്ടും. അവരാണ് അവന്റെ ലോകം. അവന്റെ ഗേൾഫ്രണ്ടിന്റെ വീട് എവിടാടാ? ഇവിടെ അടുത്ത് തന്നെയാ. അടുത്തതാ? അവനെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? ആ സത്യക്ക് അച്ഛനും അമ്മ ആരുമില്ല. അവൻ അനാഥന. അവനൊരു ഗേൾഫ്രണ്ട് ഉണ്ട്. അവളാണ് അവന്റെ എല്ലാം. ആരാ നിങ്ങള്? ഇവിടെ എന്താ കാര്യം? പുറത്തു പോകാനാ പറഞ്ഞേ. പുറത്തു പോകാനാ പറഞ്ഞേ. സർ, അകത്തേക്ക് വരൂ. ഈ കുട്ടി സത്യയുടെ ഫ്രണ്ടിന്റെ ഗേൾഫ്രണ്ടാ സർ. ധൻരാജ് സർ. ധൻരാജ് ആരാ സർ? സർ, ധൻരാജിന് എന്ത് പറ്റി സർ? ധൻരാജിനെ എനിക്കറിയാം സർ. ഞങ്ങള് രണ്ടുപേരും ഇഷ്ടത്തിലാ. ഹലോ ധൻരാജ്, നീ എവിടെയാ? എന്താക്കി? എന്നെ ഓർമ്മയുണ്ടോ? നിനക്ക് ആക്സിഡന്റ് ആയിന്ന് കേട്ടു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ കോൾ ട്രേസ് ചെയ്യണം. മുഴുവൻ ഡീറ്റെയിൽസും പെട്ടെന്ന് തന്നെ വേണം. ട്രേസ് ഔട്ട് ആയി സർ. ഡോണേരിയിലെ രാമാലയത്തിന്റെ പുറകിലുണ്ട് സർ. ഇവിടെ തന്നെ നിർത്തടാ. ഞാൻ കോമയിലാവാനുള്ള കാരണം ആരാണെന്ന് നിനക്കിപ്പോ മനസ്സിലാവും. എങ്ങോട്ടാടാ കൂട്ടിക്കൊണ്ടു പോകുന്നേ? എനിക്ക് തോന്നുന്നത് ഇവിടെ തന്നെ എവിടെയോ. നീ എന്താടാ തിരയുന്നേ? യെസ്, ഇവിടെ തന്നെയാ. ഞാൻ പറഞ്ഞാ മനസ്സിലാവില്ലടാ, നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവൂ. ദേവി ഇത് പറയടാ, ടെൻഷനിൽ എന്റെ ജീവൻ പോന്നു. യെസ്, കിട്ടിയിരിക്കുന്നു. ഇവനെന്തായി ചെയ്യുന്നേ? എടാ, എവിടെയാടാ ജേർണലിസ്റ്റും അവന്റെ ഗേൾഫ്രണ്ടും? എവിടെയാണെങ്കിലും അവരെ പിടിച്ചെന്റെ മുമ്പിൽ കൊണ്ടുപോവാ. സാറേ, തിരയുന്നുണ്ട്. സർ, അന്ന് നിങ്ങൾ ഫോട്ടോയിൽ കാണിച്ച ആള് ഇവിടെ ഉണ്ട് സർ. എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസ തന്നാ ഞാൻ കാണിച്ചു തരാം. കിട്ടിയിരിക്കുന്നു. വാടാ. അതല്ല സർ, ഞങ്ങള് പറയുന്ന കേക്ക് സർ. അതാ സർ, നിങ്ങൾ ചോദിച്ച ആൾ അവിടെയുണ്ട്. കാക്കിക്കുപ്പായി ഇട്ടിട്ട് കയ്യിലൊരു തോക്കും പിടിച്ച് പാവങ്ങളെ അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾ വെറുതെ നോക്കിയിരിക്കില്ല സാറേ. ഞാനൊരു കോമൺ മാൻ അല്ല, ക്രൈം റിപ്പോർട്ടറാ. സാറേ, നിങ്ങൾ ആരാണെന്ന് അറിയാം. നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എനിക്കറിയാം. സൂര്യദേവർ സൂര്യനാരായണൻ, ജനിച്ചത് കൃഷ്ണ ജില്ല കോവിലപ്പള്ളിയിൽ. അച്ഛൻ സൂര്യദേവർ ലക്ഷ്മി നാരായണ, റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ. അമ്മ രാജലക്ഷ്മി, ജില്ലാ പരിഷത്ത് സ്കൂളിലെ സയൻസ് ടീച്ചർ. IPS, ഇന്ത്യൻ പോലീസ് സർവീസ്, 92 ബാച്ച്. ട്രെയിനിങ് ഇൻ ഡെറാഡൂൺ, ടോപ്പർ ഓഫ് ദ ബാച്ച്. ഫസ്റ്റ് പോസ്റ്റ് ഇൻ പട്ന ഇൻ ബീഹാർ. ഫസ്റ്റ് പോസ്റ്റിംഗിൽ തന്നെ പട്നയിലുള്ള ഗാങ്സ്റ്റർ പപ്പു യാദവിനെ എൻകൗണ്ടർ ചെയ്ത ഡിപ്പാർട്ട്മെന്റിൽ ഹീറോ ആയി. 4 years, 3 പ്രൊമോഷൻസ്, 8 ട്രാൻസ്ഫേഴ്സ്. എവിടെയും കോംപ്രമൈസ് ആയില്ല. 2012 ഡൽഹി നോയിഡയിൽ നടന്ന 32 സീരിയൽ മർഡർ മിസ്റ്ററി. നൈജീരിയയിൽ നിന്ന് ഗോവയിലേക്ക് വന്ന് മിസ്സായ 1000 crores കൊക്കൈൻ മിസ്റ്ററി. 2014 മുംബൈയിൽ നിന്ന് പെണ്ണുങ്ങളെ കിഡ്നാപ്പ് ചെയ്ത കിഡ്നാപ്പ് മിസ്റ്ററി. 2015 നാഗ്പൂർ കാളിമാതാ ടെമ്പിളിനടുത്ത് നടന്ന സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് മിസ്റ്ററി. എല്ലാം കണ്ടുപിടിച്ചത് നിങ്ങളാണ് സാറേ. സിൻസിയറിറ്റിയിലും ഡെഡിക്കേഷനിലും ഇപ്പൊ വരുന്ന IPS ഓഫീസേഴ്സില് എല്ലാവർക്കും തന്നെ നിങ്ങളൊരു റോൾ മോഡലാണ് സാറേ. അറിയാം സാറേ, സത്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം ഞങ്ങളെക്കുറിച്ച് അറിയണം. ഞങ്ങൾ അനാഥകളാണ്.
ജന്മസഞ്ചാരം ആരു ചെയ്തൊരു ദ്രോഹമോ ദുരിതങ്ങൾ തൻ രൂപം നൊന്തുവിങ്ങിയ നെഞ്ചകം പശി താങ്ങി മാഞ്ഞു നിറങ്ങളും മുള്ളുപോലെ വിഷാദമാം മുറിവേറ്റ പൈതങ്ങൾ ആരു ചെയ്തൊരു പാപമോ ഈ ജന്മസഞ്ചാരം ആരു ചെയ്തൊരു ദ്രോഹമോ ദുരിതങ്ങൾ തൻ രൂപം ൊരിരുകളായി മനം മാറി പൊഴിയുന്ന രാത്രിതളിനു കൂര തിരയുവതെങ്ങു പോയി പൊട്ടുപോലൊരു കൂട്ടു തന്നതു തെരുവിലെ സഹജീവികൾ രാത്രി നിദ്രകൾ കണ്ണിൽ നിന്നകലുന്നതേതിരുൾ വീഥികൾ എന്നു വീണ്ടും ഉയർത്തെണീക്കുക എന്നതെങ്ങനെ അറിവതാവോ ആരു ചെയ്തൊരു പാപമോ ഈ ജന്മസഞ്ചാരം ആരു ചെയ്തൊരു ദ്രോഹമോ ദുരിതങ്ങൾ തൻ രൂപം ദാഹമേറ്റു തളർന്നു വീണതു കണ്ണിലെ ചെറുതുള്ളികൾ ഭിക്ഷയോതി നടന്നു തേടിയതെത്ര നിരത്തുകൾ ഭാരമേന്തിയുടഞ്ഞ തോളിലുയർത്തി ജീവിത തൂണുകൾ ശാന്തിയില്ല നെഞ്ചകങ്ങളിൽ ഗാന്ധി മാർഗമതേൽക്കുമോ ചില്ലുകൊണ്ടു മുറിഞ്ഞു പോയൊരു ചില്ലയായി ഇവർ മാറുമോ ആരു ചെയ്തൊരു പാപമോ ഈ ജന്മസഞ്ചാരം ആരു ചെയ്തൊരു ദ്രോഹമോ ദുരിതങ്ങൾ തൻ രൂപം അനാഥ കുട്ടികളുടെ കാലുകളൊക്കെ തല്ലി ഒടിച്ച് പിച്ചയെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഗ്യാങ്ങിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചത് അമ്മയും അച്ഛനും ഒന്നും ആവാൻ കഴിയാത്ത ഹിജടകളാണ്. അവരമ്മയെയും അച്ഛനെയും പോലെ ഞങ്ങളെ രക്ഷിച്ച് ലക്ഷ്മി ദേവി എന്ന അനാഥാശ്രമത്തിൽ ഞങ്ങളെ എത്തിച്ചു. അങ്ങനെ ചവറുകുട്ടയിൽ നിന്ന് കിട്ടിയ കുട്ടിയാണ് ഇന്നത്തെ രാജ്. രാജിനെ വളരെ സ്നേഹത്തോടെയാണ് വളർത്തിയത്. അച്ഛനും അമ്മയും ഇല്ലെന്ന് മാത്രം. കാരണം ഞങ്ങൾ അനാഥകളാണ്. അവിടെ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് വളർത്തിയത്. അങ്ങനെ ഞങ്ങൾ അനാഥാശ്രമത്തിലാണ് വളർന്നത്. ഞാൻ റിപ്പോർട്ടറായി, ഇവർ മെക്കാനിക്കായി. ആശ്രമത്തിൽ ഞങ്ങൾ പോയ ആദ്യത്തെ ദിവസമാണ് ഞങ്ങളുടെ പിറന്നാൾ ദിനം. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ വർഷവും ആശ്രമത്തിൽ പിറന്നാൾ ദിനം ആഘോഷിക്കാറുള്ളത്. ദൈവത്തിന്റെ രൂപത്തിൽ മനുഷ്യരുണ്ടെന്ന് കുറെ പേരെ കാണുമ്പോൾ അതാണ് മഹേഷ് കുമാർ എന്ന മനുഷ്യൻ. പല അനാഥാശ്രമങ്ങൾക്കും സഹായങ്ങൾ ചെയ്ത് നൂറുകണക്കിന് അനാഥ കുട്ടികൾക്ക് പുതിയൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തു. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, ഉടുക്കാൻ തുണിയില്ലാതെ,
കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അനാഥ കുട്ടികളെ, അതായത് 1000-ഓളം കുട്ടികളെ ജീവിതത്തിൽ നല്ല നിലയിലേക്ക് ഉയർത്തി കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഉള്ളിടത്തോളം കാലം വിശപ്പിന്റെ വിളി ഉണ്ടാവാൻ പാടില്ലെന്നും പറഞ്ഞ് അന്നദാനങ്ങൾ നടത്തി പലരുടെയും വിശപ്പകറ്റി. ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് പലരും അദ്ദേഹത്തെ പ്രശംസിക്കുകയുണ്ടായി. ദൈവം മനുഷ്യന്റെ രൂപത്തിൽ സഹായിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കുകയാണെന്നാണ് ജനങ്ങൾ ആ പറയുന്നത്. ദൈവത്തിന്റെ പുതിയ അവതാരടാ ഈ മിനിസ്റ്റർ. ഇദ്ദേഹം നടത്തുന്നുണ്ട്. ശരി ശരി, നമുക്ക് എത്രയും പെട്ടെന്ന് ആശ്രമത്തിലോട്ട് പോകണം. വേഗം പോയി റെഡിയാവ്. ആശ്രമത്തിലെ കുട്ടികൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? മാറ്റിവെച്ചിരിക്കുകയാണ്. ഹലോ ഹലോ, വണ്ടി ഇന്നലെ രാത്രി തരാന്ന് പറഞ്ഞല്ലേ? ഇത്ര നേരമായിട്ട് വണ്ടി തന്നില്ലല്ലോ. ഇന്ന് പെണ്ണ് കാണാൻ പോവാനുള്ളതാ. എത്രയും പെട്ടെന്ന് വണ്ടി കൊണ്ടുവന്ന് താ. ആ ശരി സാർ. എടാ നരേഷ്, അർജന്റായിട്ട് ഒരു വണ്ടി ഡെലിവറി കൊടുക്കണടാ. ഞങ്ങളിപ്പോ ഷെഡിലേക്ക് പോയിട്ട് എത്രയും പെട്ടെന്ന് വണ്ടി ഡെലിവറി കൊടുത്തിട്ട് 1 hour നിന്നെ വന്ന് കാണാം. അതെയോ? എന്നാ പിന്നെ നിങ്ങൾ വന്നേക്ക്. ശരിടാ, ഞങ്ങൾ എത്തിയേക്കാം. വേഗം വരാം. കുട്ടികളവിടെ കാത്തിരിക്കും, വേഗം വന്നേക്കണേ. മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. ശരി സാർ. അറിയില്ലേ എന്റെ പുറകിൽ ആരാ ഉള്ളതെന്ന്? എന്ത് പറ്റി വല്യച്ഛ? എന്ത് പറയാനാ നരേഷ്, കുട്ടികളെല്ലാം നിന്നെ പോലെ തന്നെ എന്റെ കൺമുമ്പിലാ വളരുന്നത്. പക്ഷെ ഇപ്പൊ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയില്ല. കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പനി വന്നുകൊണ്ടിരിക്കുക. പനി വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന കുട്ടികൾക്കൊക്കെ ഭ്രാന്ത് പിടിക്കുന്നു, അല്ലെങ്കിൽ മരിച്ചു പോകുന്നു. ആരും തിരിച്ചു വരാറില്ല നരേഷ്. ഈ സ്വീറ്റ്സ് കുട്ടികൾക്ക് കൊടുക്കുക. നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ നോക്കട്ടെ. ആയിക്കോട്ടെ. ഹലോ, നീ എവിടെയാ? എനിക്ക് അർജന്റായിട്ട് മിനിസ്റ്റർ ഒന്ന് കാണണം. അതെയോ? ഇന്ന് എനിക്ക് കുറച്ച് ജോലി ഉള്ളതുകൊണ്ട് പോവാൻ പറ്റിയില്ല. മാത്രമല്ല മിനിസ്റ്റർ സാർ ഇപ്പൊ എന്തായാലും ഓഫീസിലുണ്ടാവില്ല, ഗസ്റ്റ് ഹൗസിലായിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിന്ന് മിനിസ്റ്ററെ കാണണം. അപ്പോയിന്റ്മെന്റ് കിട്ടിയേ മതിയാകൂ. ഞാനെന്നാ പോയിട്ട് അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കാം. നീ ഒരു ഹാഫ് ആൻ അവറിൽ ചെല്ല്. ഓക്കെ? ആരാ വേണ്ടേ? മീഡിയ ആണ്. അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അകത്തേക്ക് വരൂ. എന്താ പീറ്റർ, നമ്മുടെ ഹ്യൂമൻ ഓർഗൻസ് ബിസിനസ് എങ്ങനെ പോകുന്നു? ഹ്യൂമൻ ഓർഗൻസിന് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമായത്. ഡിമാൻഡിനനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല സാർ. ഇനിയും ധാരാളം കുട്ടികൾ ആവശ്യമുണ്ട്. എന്തോ പ്രധാനപ്പെട്ട ഡിസ്കഷൻ ആണെന്ന് തോന്നുന്നല്ലോ. കേൾക്കാം. കുട്ടികളുടെ കുറവുണ്ടെന്നോ? എത്ര കുട്ടികൾ വേണോന്ന് പറ. എത്ര കുട്ടികളെ വേണോ അത്രയും കുട്ടികളെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയിക്കോ. അനാഥാലയം അതിനു വേണ്ടിയല്ലേ ഞാൻ എന്റെ കൺട്രോളിൽ കൊണ്ടുവന്നത്. പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? പ്രോബ്ലോ? എന്ത് പ്രോബ്ലം ഉണ്ടാവുമെന്നാ പറയുന്നേ? അനാഥ പിള്ളേരല്ലേ, ചത്താ പോലും ആരും ചോദിക്കാൻ വരില്ല. റൈറ്റ് സൈഡ് കതർ ഷർട്ടും ലെഫ്റ്റ് സൈഡ് കാക്കി ഷർട്ടും എനിക്ക് തുണയായിട്ടുണ്ട്. എന്നെ ആർക്കും ഒരു കോപ്പും ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയല്ലേ എല്ലാ അനാഥാലയവും ഞാൻ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നത്. ഞാൻ ഇപ്പൊ മുടക്കുന്ന ഓരോ പൈസയ്ക്കും 100 ഇരട്ടി സമ്പാദിക്കാനാ എന്റെ പ്ലാൻ. പേരും പ്രശസ്തിയും, പണത്തിന് പണവും. ഒരേറില് 2 മാങ്ങ. വീട്ടിലെ ആടും കോഴിയും ഒക്കെ നമ്മൾ വളർത്താറുണ്ടല്ലോ, അത് സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ, കൊന്ന് തിന്നാൻ വേണ്ടിയല്ലേ. ഓക്കെ സാർ, എന്റെ ഡൗട്ട് ഇപ്പൊ ക്ലിയർ ആയി. നിങ്ങൾ അയച്ച ഓർഗൻസിന് 100 കോടി റെഡിയാണ്. 100 കോടിയോ? അല്ല, എങ്ങനെയാ നിങ്ങൾ വാങ്ങിക്കുക? എല്ലാം ബ്ലാക്ക് മണി ആണല്ലോ. നോ പ്രോബ്ലം. നമ്മുടെ ആംബുലൻസ് ഉണ്ട്. ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഹൈവേയിൽ AP21 TU 1503 വെഹിക്കിൾ രാത്രി 1:30 എത്തും. അവനെ പിടിക്ക വിടരുത്.
അവിടെ നിൽക്കടാ, നിക്കടാ അവിടെ. എവിടെ പോണവൻ? നിക്കടാ അവിടെ. എവിടേക്കാണോ ഓടുന്നത്? അവിടെ നിൽക്കടാ. ഇതിന്റെ പുറകെ പോകുന്നത് ഓടരുത്. നിൽക്കടാ പറഞ്ഞ. അവിടെ നിൽക്കടാ. നരേഷ്. നരേഷ്, ആരത്? എന്തിനാ നിന്നെ അവരടിച്ച്? അല്ല, ഇവിടെ എന്താ സംഭവിച്ചേ? അതാ എനിക്ക് മനസ്സിലാവാത്തത് സത്യ. അവൻ മോർണിംഗ് എനിക്ക് ഫോൺ ചെയ്തിട്ട് മിനിസ്റ്ററിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ശരി, നീ പൊയ്ക്കോ, ഞാൻ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചരാന്ന് അവനോട് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോ 4 പേര് ചേർന്ന് നരേഷിനെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ട് ഫോളോ ചെയ്തു. അതിനുള്ളിൽ അവനെ അടിച്ചിട്ട് രക്ഷപ്പെട്ടു പോയി കളഞ്ഞു. അതല്ല, മിനിസ്റ്റർക്കും അവർക്ക് എന്താ ബന്ധം? പേഷ്യന്റിന്റെ സ്വന്തക്കാരാരാ? ഞങ്ങളാ. അവരുടെ തലയിൽ നല്ലൊരു മുറിവാണുള്ളത്. നരമ്പില് കുറച്ച് ഡാമേജ് ഉള്ളത് കൊണ്ട് ബ്രെയിനിലെ ബ്ലഡ് ക്ലോട്ട് ആയിരിക്കുകയാണ്. 24 hours ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കോമ സ്റ്റേജിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഓപ്പറേഷൻ എത്ര ചെലവാകും ഡോക്ടർ? ഏകദേശം 50 ലക്ഷം ആവും. 50 ലക്ഷോ? ആ ഡോക്ടർ പറഞ്ഞനക്ക് നീ തലയാട്ടിരിക്കുക. ഇപ്പൊ കാശും നമ്മൾ എന്ത് ചെയ്യൂടാ? അതേടാ, ഞാനും അത് ആലോചിക്കുന്നേ. ഇവിടെ ആലോചിക്കാൻ ഒന്നുമില്ലടാ. അവൻ നമ്മുടെ ഫ്രണ്ടാ. അവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞങ്ങളുടെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. അവൻ പറയുന്നതൊക്കെ ചെയ്താൽ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഓപ്പറേഷന് പണം തരാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്നതിൽ തെറ്റും ശരിയൊന്നും ഞങ്ങൾ നോക്കിയില്ല സർ. അവൻ്റെ ഒപ്പം ചേർന്ന് ഞങ്ങൾ മോഷ്ടിച്ചു. പക്ഷെ അവൻ ആ ആംബുലൻസ് ഡ്രൈവറെ കൊന്നു സർ. ആ പണം ഞങ്ങൾ ഗവൺമെന്റിന്റെ അടുത്ത് കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോഴാ ഞങ്ങൾക്ക് ഫോൺ ചെയ്ത് പണം തരാൻ വേണ്ടി ഭീഷണിപ്പെടുത്തി സർ. ഇതാണ് സർ സംഭവിച്ചത്. ചെറിയ കുട്ടികളുടെ ഓർഗൻസ് വിറ്റ് സമ്പാദിക്കുന്ന ആ ഹോം മിനിസ്റ്ററിനെ ഒഴിവാക്കിയിട്ട്, ചില്ലറ കാശിനു വേണ്ടി കൊല നടത്തുന്ന ആ മൃഗങ്ങളെ ഒഴിവാക്കിയിട്ട്, ഒരു സുഹൃത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ചെറിയൊരു തെറ്റ് ചെയ്തതിന് എൻകൗണ്ടർ ചെയ്യാന്ന് പറയുന്നത് ശരിയല്ല സാറേ. ഇവ എന്തിനു വേണ്ടി ചെയ്താലും ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാ. എന്നാലും മോഷണം ചെയ്ത് ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ആദ്യം നിന്നെയാ ഷൂട്ട് ചെയ്യണ്ടേ. ആരാണ് സാർ മോഷ്ടിച്ച് പണം വെച്ച് എൻജോയ് ചെയ്തത്? ആ റോബറിന്ന് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഓപ്പറേഷന് വേണ്ട പണം മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ. ബാക്കി പണത്തിൽ നിന്ന് 1 രൂപ പോലും ഞങ്ങൾ എടുത്തിട്ടില്ല. ഇതാ സാർ ബാക്കി പണം. സർ, അയാൾ ചെയ്ത തെറ്റിന്റെ എല്ലാ രേഖകളും ഈ സെൽഫോണിലുണ്ട്. കുട്ടികളുടെ കുറവുണ്ടെന്ന്. എത്ര കുട്ടികൾ വേണോന്ന് പറ. എത്ര കുട്ടികളെ വേണോ അത്രയും കുട്ടികളെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയിക്കോ. അനാഥാലയം അതിനു വേണ്ടിയല്ലേ ഞാൻ എന്റെ കൺട്രോളിൽ കൊണ്ടുവന്നത്. സാർ, കുറ്റവാളികളെ കിട്ടിയിട്ടുണ്ട്. സാർ എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ അങ്ങോട്ട് കൊണ്ടുവരാം. എടോ പോലീസ്, തന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാ കാര്യവും നീ അറിഞ്ഞെന്ന്. ചുറ്റി വളച്ച് സംസാരിക്കണ്ട, നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അവിടെയുള്ള മുഴുവൻ പണവും നീ തന്നെ എടുത്തോ. പക്ഷേ ആ പിള്ളേരെ എനിക്ക് കിട്ടണം. താൻ എറിഞ്ഞു കൊടുക്കുന്ന ഒരു എല്ലും കഷ്ണം കടിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിൽക്കുന്നത് തന്റെ വീട്ടിലെ നായല്ല. തെറ്റ് ആര് ചെയ്താലും ശരി, അവരെയൊക്കെ ശിക്ഷിക്കുന്ന ACP സൂര്യ. കൊച്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ച് ബിസിനസ് ചെയ്യുന്ന നിന്നെ ഞാൻ വെറുതെ വിടുന്നു കരുതിയോ? നീ എവിടെയാണെങ്കിലും നിന്നെ അവിടെ വന്ന് പൊക്കും ഞാൻ. ഇറ്റ്സ് മൈ ചാലഞ്ച്. സർ, ഇത് നോക്കൂ സർ. ഗേൾഫ്രണ്ട് ആയിക്കട്ടെ, എന്റെ അടുത്തേക്കല്ല. എടാ സത്യ, ഞങ്ങള് മോഷ്ടിക്കണ പണം നീ മോഷ്ടിച്ച് എന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ സൂയിക്കുകയാണല്ലേ? നിനക്ക് 1 hour ടൈം തരാം. എന്റെ കാശ് എടുത്തോണ്ട് ഈ സിറ്റിയുടെ പുറത്തു പോവാ, അല്ലെങ്കിൽ നിന്റെ ഗേൾഫ്രണ്ടിനെ ഞാൻ പറഞ്ഞു വിടും.
എന്റെ അടുത്തേക്കല്ല. ദേ അങ്ങോട്ട്. നിനക്ക് ഞാൻ 1 മണിക്കൂർ സമയം തരും. നീ എന്ത് ചെയ്താലും ഞാൻ നോക്കിക്കോളാം. നിന്റെ ഗേൾഫ്രണ്ട് നിന്റെ കൂടെ ഉണ്ടാവണം. അവന്മാരുടെ ജീവൻ അവരുടെ കൂടെ ഉണ്ടാവരുത്. യഥാർത്ഥ കുറ്റവാളികളെ കാണിച്ചു തന്നതിന് നിനക്കുള്ള സമ്മാനം. ഓൾ ദ ബെസ്റ്റ്. നോക്ക്, ഈ പണമെല്ലാം എടുത്ത് ഗവൺമെന്റ് കൊണ്ട് കൊടുത്തു. ഹോല 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 കൂട്ടു വന്നോടേ കൊക്കടോ കൊക്കിക്കൂവടോ ലോല 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 മേനി തൊട്ടോടേ മുത്തടോ മുട്ടിൽ മുത്തടോ അച്ചാരം നേടു മച്ചിൽ കൂത്താടും വീട് മുത്താരം മുത്തും മുത്തിൻ പൂവാടോ ചൂതാട്ടക്കൂട് മെയിൽ ചൂറേറും ചൂട് കാണാത്ത കാട്ടുപൂവിൽ പാലൊഴിക്കണ്ടേ ഹോല 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 കൂട്ടു വന്നോടേ കൊക്കടോ കൊക്കിക്കൂവടോ ലോല 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 മേനെ തൊട്ടോടേ മുത്തടോ മുട്ടിൽ മുത്തടോ മീൻ പിടിക്കണ്ടേ മാറിൽ മാൻ പിടിക്കണ്ടേ വാടി നിൽക്കുമ്പോൾ എന്നെ കെട്ടിമുത്തണ്ടേ ചേല് തൊട്ടാറ്റാം കനവിൻ ചോറ് തൊട്ടുട്ടാം തെക്ക് വക്കത്തെ കോണിൽ ഒട്ടി നിന്നിടാം ചുമ്മാതെ ചുരിക ചുണ്ണാമ്പ് ശിലകിൽ ഒതുക്കി തീർത്ത ശില്പം ഞാൻ തുമ്പോളയാർച്ചിക്കും പാരി വാങ്ങാൻ കമ്പോളം എന്നാണേ ദാർക്കിലാക്കല്ലേ മുന്നിൽ തോറ്റു നിൽക്കല്ലേ തമ്പ്രാന്റെ തമ്പ്രാട്ടിക്കണ്ടേ ചേലല്ലേ ഹോല 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 കൂട്ടു വന്നോടേ കൊക്കടോ ഹാബോ മുത്തടോ നിന്നിടാം ഇന്നിൻ ടൂരി നാട്ടാരെ നീട്ടിവെക്കല്ലേ ഞാനും കാത്തിരിക്കണ്ടേ ചാമ്പതോട്ടത്തിൽ ചാമ്പക്കായി പറിച്ചിടാം കണ്ടുവച്ചൊരു കള്ളക്കല്ലെറിയണ്ടേ തങ്കത്തിലൊട്ടും പഞ്ഞത്തിലെല്ലാം താലി കൊണ്ട് തന്നോടെ ആദ്യത്തെ രാത്രി ആരംഭമാകി നാണം വിട്ടോടെ പൂച്ചയെ പോലല്ലേ പമ്മിപ്പാഞ്ഞെടുത്തൂടെ കൊച്ചോടത്തണ്ടിനുള്ളിൽ പാട്ട് പൊട്ടുള്ളേ ഹോല 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 കൂട്ടു വന്നോടേ കൊക്കടോ കൊക്കിക്കൂവടോ ലോല 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 മേനെ തൊട്ടോടേ മുത്തടോ മുട്ടിൽ മുത്തടോ മിനിസ്റ്റർ എവിടെയാടോ? അറിയില്ല. എവിടെയെന്ന് പറയാം സാർ, പഴയ ബംഗ്ലാവിലുണ്ട് സാർ. വീടിന് കാവൽ നിൽക്കേണ്ട കാവൽ പട്ടി വീടിനകത്തേക്ക് കയറാൻ ശ്രമിക്കുക. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അവൻ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് അവന്റെ ജീവനങ്ങ് എടുത്തേക്കണം.
വാടാ ഓഫീസറെ, നീ എന്താ എവിടെ പോയാലും മണം പിടിച്ച് പുറകെ വരുന്നുണ്ടല്ലോ. നായല്ലടാ, നിന്നെ പോലെയുള്ള ചെന്നായ്ക്കളെ വേട്ടയാടാൻ വന്ന സിംഹ. നിന്നെ കയ്യാമം വെച്ച് നാട്ടുകാരെ മുന്നിൽ കൂടെ കൊണ്ടുപോകും. സിനിമാ ഡയലോഗ് നീ നന്നായിട്ട് പറയുന്നുണ്ട്. നിനക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്തിനു, നിന്റെ തന്തയ്ക്ക് പോലും കഴിയില്ല. ഇതെന്താ നിന്റെ അച്ചി വീടാണെന്ന് വിചാരിച്ചോടാ? മഹേഷ് കന്നയുടെ കോട്ടയാ. ഇതിൽ എൻട്രി മാത്രമേ ഉള്ളൂ, എക്സിറ്റ് ഇല്ലടോ. പണം കൊടുത്തിട്ടുണ്ടോ? ആദ്യം അവളെ വിട്. ആദ്യം പണം തന്നിട്ട് ഈ പെണ്ണിനെ കൊണ്ട് നോക്കൂ. രാജ്, നാളെ 10 മണിക്ക് നിങ്ങൾ CMന്റെ ഓഫീസിലേക്ക് വരണം. ഓക്കെ സർ, ഉറപ്പായിട്ട് വന്നേക്കാം. ഓക്കെ. പേടിക്കണ്ട, DCP സൂര്യ സർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മിനിസ്റ്റർ ചെയ്ത കുറ്റങ്ങളെല്ലാം പോലീസിനെ നിങ്ങളാണ് അറിയിച്ചതെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട്. കർണൂൽ ഡിസ്ട്രിക്റ്റിൽ നടന്നുകൊണ്ടിരുന്ന കൊലപാതകങ്ങൾക്ക് കാരണമായവരെ ജീവനോടെയോ അല്ലെങ്കിൽ ജീവനില്ലാതെയോ പിടിച്ചു തരുന്നവർക്ക് 50 ലക്ഷം പ്രൈസ് മണി അനൗൺസ് ചെയ്തിരുന്നു. ആ പ്രൈസ് മണി നിങ്ങൾക്ക് നൽകി അഭിനന്ദിക്കാൻ വേണ്ടിയാ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്.
ഞങ്ങൾക്ക് ആ ഗിഫ്റ്റ് ഒന്നും വേണ്ട മാം. ഞങ്ങൾക്ക് ആകെയുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അച്ഛനും അമ്മയും കാണണം എന്നുള്ളത്. അത് ഈ ജന്മത്തിൽ നടക്കില്ല. ഞങ്ങളെ പ്രസവിച്ച് വലിച്ചെറിഞ്ഞ ആ അച്ഛനും അമ്മയും ആരുടെ രൂപത്തിൽ കാണുന്നത് ഞങ്ങൾക്ക് അറിയില്ല മാഡം. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഭൂമിയിലുള്ള പക്ഷികൾ, മൃഗങ്ങൾ തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ എത്ര വലിയ ശക്തിയാണെങ്കിലും നേരിടാൻ തയ്യാറാകും. പക്ഷെ ആ ഒരു നിമിഷ സന്തോഷത്തിന് വേണ്ടി ഞങ്ങളിവിടെ അനാഥരായി നിൽക്കുന്നില്ലേ? അതിനെന്തു പറയുന്നു മാഡം? ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പോലും തനിക്ക് ജനിക്കുന്ന കുട്ടിയെ ഒരു പോറിൽ പോലും ഏൽക്കാതെ സ്നേഹത്തോടെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അച്ഛൻ ആരാണെന്ന് അറിയില്ലെങ്കിലും അച്ഛനും അമ്മയുടെ സ്ഥാനത്തിരുന്ന് അവരെന്നെ വളർത്തു. ശ്രീകൃഷ്ണദേവരായരുടെ കാലത്ത് വേശ്യകൾക്ക് നല്ല ബഹുമാനം കൊടുത്തിരുന്നു. ആ കാലത്ത് ബിസിനസ് ചെയ്യുന്നവരെക്കാളും അവരാണ് കൂടുതൽ ടാക്സ് കിട്ടിയിരുന്നത്. പക്ഷെ അവർ ചെയ്യുന്നത് വ്യഭിചാരമാണെങ്കിലും അവർ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിച്ചിരുന്നു. ഒന്നു മാത്രം സത്യം മാഡം, ഞങ്ങളെ പ്രസവിച്ച അച്ഛനും അമ്മയെക്കാളും നപുംസകങ്ങൾ എത്രയോ മേലാണ്. അവരെ കൊണ്ട് അച്ഛനും അമ്മയാകാൻ സാധിച്ചില്ലെങ്കിലും എന്നെപ്പോലെ കുറെ അനാഥർക്ക് അച്ഛനും അമ്മയായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. ഒരു പാവപ്പെട്ട അമ്മ അവരുടെ കുട്ടിയെ വളർത്താനായി വ്യഭിചാര പണി ചെയ്യുന്ന സമയത്ത് അവരെ പിടിച്ച് കോർട്ടിൽ നിർത്തി ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ സ്റ്റുഡൻസിനെ തെറ്റായ വഴിക്ക് നയിക്കാൻ വേണ്ടി ചില സെൽഫോൺ കമ്പനികൾ നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കണമോ എന്ന് ചോദിച്ച് ആണുങ്ങൾക്ക് മെസ്സേജ് അയച്ച്, അതേപോലെ നിങ്ങൾ ആണുങ്ങളോട് മെസ്സേജ് ചെയ്യണമോ എന്ന് ചോദിച്ച് പെണ്ണുങ്ങൾക്ക് തിരിച്ചൊരു മെസ്സേജ് അയച്ച്, കണ്ടീഷൻ സപ്ലൈ മിനിറ്റിന് 3 രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ട് അവരെ ഒന്നിപ്പിക്കാനുള്ള മുഖ്യ കാരണമാകുന്നു. ഈ സമയത്ത് നടക്കുന്ന തെറ്റുകൾ കാരണം എത്രയോ അനാഥ കുട്ടികൾ ഈ ലോകത്ത് ജനിക്കുന്നുണ്ട്. എന്നാൽ ആ സെൽഫോൺ കമ്പനിക്ക് യാതൊരു വിധത്തിലുള്ള ഫൈനും ഇല്ല, ശിക്ഷയുമില്ല. ഉണ്ടോ? പറയൂ മാഡം. കാരണം എന്താന്ന് വെച്ചാ ആ കമ്പനികളൊക്കെ ടാക്സ് കെട്ടുന്നുണ്ട്. ടാക്സ് കെട്ടിയിട്ട് എന്ത് തെറ്റുകൾ വേണമെങ്കിലും ചെയ്യാ എന്ന് പറയുകയാണെങ്കിൽ ഈ ഡിസ്ട്രിക്ട് മുഴുവനും റെഡ് ലൈറ്റ് ഏരിയ ആയിട്ടുണ്ടാവും മാഡം. അതെ, വേൾഡ് ബാങ്കിന് വേണമെങ്കിൽ നമുക്ക് കടം കൊടുക്കാമായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ നിർഭയ പോലുള്ള പെണ്ണുങ്ങളെ റേപ്പിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ കഴിയും. എന്തൊക്കെയായി പറയുന്നേ? വേറെ എന്ത് പറയാനാ മാഡം? അമ്മ, അച്ഛൻ, ചേച്ചി, അനിയത്തി, ചിറ്റപ്പൻ, ചെറിയച്ഛൻ, ചെറിയമ്മ, വല്യമ്മ ഇവരൊക്കെ കൂടെ ഉണ്ടായിരുന്നിട്ടും യുവാക്കൾ ഇപ്പൊ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരുമില്ലാത്ത ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരോട് പോയി പറയാനാണ് മാഡം? ഞങ്ങൾക്ക് മാത്രം എന്തിനാ ഇത്രയും പ്രശ്നം? അനാഥരായി നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എനിക്കും സി എമ്മിനൊക്കെ മനസ്സിലായി. സി എമ്മിനോട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇന്ത്യയിലുള്ള എല്ലാ അനാഥാശ്രമങ്ങളും ഇല്ലാതാക്കണം മാഡം. അനാഥാശ്രമങ്ങൾ ഇല്ലാതാക്കേ? പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ നിലകൊള്ളുന്ന എല്ലാ അനാഥാശ്രമങ്ങളും ഇല്ലാതാക്കണം മാഡം. എന്ത് വിഡിത്തമാണ് ഈ പറയുന്നേ? അവര് പിന്നെ എവിടെയാ ജീവിക്കുക? അവരുടെ അച്ഛനമ്മയെടുത്ത്. അവർക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് തന്നെയല്ലേ അവർക്ക് അവിടെ അനാഥരായിട്ട് ജീവിക്കേണ്ടി വരുന്നത്. ഒന്ന് ശ്രമിച്ച് അവരവരുടെ അച്ഛനമ്മയെടുത്ത് എത്തിക്കാൻ പറ്റും സർ. എന്റെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ട് മാഡം. എന്താ അത്? അതിന് മാഡം പ്രധാനമന്ത്രിയെ സമ്മതിപ്പിക്കണം. യു മീൻ PM? യെസ് മാഡം. ഓക്കെ, എങ്ങനെയാന്ന് പറയൂ. ഇന്ത്യയിലുള്ള എല്ലാവർക്കും DNA ടെസ്റ്റ് എടുക്കണം. എന്നിട്ട് അത് ആധാർ കാർഡിന്റെ കൂടെ ലിങ്ക് ചെയ്യണം. അപ്പൊ അനാഥ കുട്ടികളുടെ DNA ടെസ്റ്റ് ചെയ്താൽ അച്ഛനും അമ്മയും ആരാണെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. എന്നാലും വലിയൊരു ചെലവ് വരുന്ന കാര്യമാണ്. സെൻട്രൽ ഗവൺമെന്റ് ഇതിന് സമ്മതിക്കോ ഇല്ലയോ എന്ന് നോക്കട്ടെ. സമ്മതിക്കാതിരിക്കാൻ ഇതിൽ എന്ത് പ്രശ്നമുള്ളത് മാഡം? ശരിക്കും പറഞ്ഞ ഒരു DNA ടെസ്റ്റ് എടുക്കാൻ 10,000 രൂപയാണ്. 100 കോടി പേർക്ക് DNA ടെസ്റ്റ് എടുക്കണമെങ്കിൽ 500 രൂപയ്ക്ക് തന്നെ ചെയ്യാം മാഡം. DNA ടെസ്റ്റ് എന്ന് പറയുമ്പോ ജനങ്ങൾ പേടിക്കും തോന്നുന്നു. ഇതിൽ പേടിക്കാൻ എന്താ മാഡം? ഒരു ഡ്രോപ്പ് രക്തം, അതും പറ്റില്ലെങ്കിൽ ഒന്ന് തുപ്പിയാൽ മാത്രം മതി മാഡം. ടെസ്റ്റ് ചെയ്യാൻ പറ്റും. രാത്രി ഏതെങ്കിലും ഒരു പെണ്ണ് ഒറ്റയ്ക്ക് പോയാൽ ആ പെൺകുട്ടി ആരെങ്കിലും റേപ്പ് ചെയ്യുകയാണെങ്കിൽ കുറ്റം ചെയ്തവനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അപ്പൊ പെൺപിള്ളേരല്ല ആണുങ്ങളാണ് പേടിക്കേണ്ടത് മാഡം. തെറ്റ് ചെയ്യുമ്പോൾ കുടുങ്ങുന്നുള്ള പേടി ഉണ്ടാവും മാഡം. അപ്പൊ അനാഥരെ ഉണ്ടാവില്ല. ലേഡീസിനോട് അപ്പോഴേ ഒരു ബഹുമാനം ഉണ്ടാവുള്ളൂ. എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട്. കുഞ്ഞിനെ ഉപേക്ഷിച്ച അമ്മ മറ്റൊരു കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു അനാഥ കുഞ്ഞു ജനിക്കാൻ കാരണമായ അച്ഛൻ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിരിക്കാം. അവരുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങള് പ്രശ്നത്തിൽ കുടുങ്ങിയാലും സാരമില്ല. പക്ഷെ തെറ്റ് ചെയ്തവരാരും രക്ഷപ്പെടാൻ പാടില്ല മാഡം. നിങ്ങളൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ അച്ഛനും അമ്മയും കാണുന്നുള്ള ആഗ്രഹം വെറും ഒരു ആഗ്രഹമായി പോകുന്നു തോന്നുന്നു. യെസ്, ഈ കാര്യത്തെക്കുറിച്ച് സയന്റിസ്റ്റുമായിട്ടും ഡോക്ടേഴ്സുമായിട്ടും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. സാധ്യതയുണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ PM-നോട് സംസാരിച്ച് സമ്മതിപ്പിക്കാം.
ആധാർ കാർഡും DNA ടെസ്റ്റും ലിങ്ക് ചെയ്ത് ഇവരുടെ പേരൻസ് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതുമാത്രമല്ല, നിങ്ങളുടെ പേരൻസ് ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള സമ്പത്തിന്റെ 20% ഭാഗം നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ ഞാൻ ഗവൺമെന്റുമായിട്ട് സംസാരിക്കും. നിങ്ങൾ അനാഥരല്ല, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. എടാ സത്യ, അക്കി വിളിച്ചിരുന്നു. സജനയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. നമുക്ക് പോയി കണ്ടിട്ട് വരാം. അക്കി, നിനക്കൊരു ഗുഡ് ന്യൂസ്. നിനക്ക് അച്ഛനും അമ്മയും എനിക്ക് മമ്മിയും ഡാഡിയും കിട്ടുമല്ലോ. നിനക്ക് മമ്മി ഡാഡി, എനിക്ക് അച്ഛനമ്മയല്ലേ? നിന്നെ ഞാൻ